الدرجة الرفيعة وبعثه مقاما محمودا الذي وعدته اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته يوم القيامة إنك لا تخلف الميعاد وإلى حضرات أزواجه وذرياته وأهل الخير كلهم أجمعين وإلى حضرات ساداتنا البدريين والوحديين والحنينيين والخندقيين والخيبريين وسائر الصحابة رضوان الله تعالى عن كل واحد منهم أجمعين وإلى حضرات സുഹൃത്തുക്കൾ, ഖുർആൻ സ്റ്റഡീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായി നടത്തിവരുന്ന ഈ ഒരു മഹത്തായ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന്റെ സംഘാടക സമിതിയോട് ആദ്യമായി എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. വളരെ കാലിക പ്രാധാന്യമുള്ള മനുഷ്യ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടുന്ന നടപടിക്രമങ്ങളിൽ ഒരു അവബോധമുണ്ടാക്കാൻ, അതിലുപരി ഒരു സാമൂഹ്യ അവബോധമുണ്ടാക്കാൻ ഇത്തരം ചടങ്ങുകൾ സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ലോകത്തിന്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ എന്നൊക്കെയുള്ള ഒരുപാട് വാക്കുകൾ നാം എല്ലാം കേൾക്കാറുണ്ട്. ഇവിടെ വിശുദ്ധ റംസാൻ മാസത്തിൽ തന്നെ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന്റെ അർത്ഥം മഹാനായ പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ, ആദർശങ്ങൾ ജീവിതത്തിൽ പകർക്കുന്നതിലേക്ക് ആളുകളെ, ജനങ്ങളെ, മനുഷ്യരെ ആ പന്താവിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയാണ്. സ്വാഭാവികമായും ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ മൂല്യബോധം ഇത്തരം ഘട്ടങ്ങളിലൂടെ ആത്മശുദ്ധീകരണത്തിനും മാനവിക മോചനത്തിനും അതിലെല്ലാം ഉപരി മനുഷ്യരെ ഒരുപോലെ കാണാൻ, പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ബഹുമാനിക്കാനുള്ള ഉന്നതമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച മഹാനായ പ്രവാചകനെ അനുസ്മരിക്കുന്ന ഈ ഒരു ചടങ്ങ് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു ചടങ്ങായി ഞാൻ കാണുകയാണ്. ഇന്നിവിടെ പ്രത്യേകിച്ച് ഈ ചടങ്ങിൽ ഓരോ ദിവസം ഓരോ വിഷയമാണ്. ഇന്നലെ പാർലമെന്റിന്റെ പ്രിയങ്കരനായ സുഹൃത്താണ് ഇന്നലെ ഇവിടെ വന്നിരുന്നത്. ഇന്ന് ഈ വിഷയമെന്ന് പറയുന്നത് പടിഞ്ഞാറിന്റെ ശീലങ്ങൾ, നമ്മുടെ ദൗർബല്യങ്ങൾ എന്ന വിഷയമാണ്. വളരെ കാലിക പ്രാധാന്യമുള്ള വിഷയമാണ്. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനികളായ മഹാന്മാരായ പണ്ഡിതന്മാരെ,
ദീനിന്റെ ബഹുമാനികളായ സഹായികളെ, നാം എല്ലാവരും ഈ ഒരുമിച്ച് കൂടിയത് സ്വാലിഹ അമലായി അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹിന്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നരകത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ദീനിനും പ്രസ്ഥാനത്തിനും സമുദായത്തിനും സർവർക്കും ഗുണകരമായ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മാർഗവും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു വഴിയുമായി അല്ലാഹു തആല ഇത് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ദുശ്ശീലങ്ങളെ മാറ്റിയെടുക്കാനുള്ള വഴിയായി അല്ലാഹു തആല ഇത് നമ്മിൽ നിന്ന് എത്തിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പടിഞ്ഞാറിന്റെ ദൗർബല്യങ്ങൾ നമ്മുടെ ശീലങ്ങൾ എന്നതാണ് വിഷയം. പടിഞ്ഞാറിനെ ഞാനൊന്ന് ഹ്രസ്വമായ വാക്കുകളിൽ പരിചയപ്പെടുത്താം. പടിഞ്ഞാറിൽ ഒരു പ്രവാചക സന്ദേശം പ്രവാചക കാലഘട്ടത്തിൽ നടന്നതായ ഒരു അറിവ് നമുക്കില്ല. പടിഞ്ഞാറിൽ ഒരു സംസ്കാരം എന്ന പേരിൽ നിലനിന്നത് യവന സംസ്കാരം മാത്രമാണ്. യവന സംസ്കാരത്തിന് ഏതൻസിൽ, ഗ്രീസിൽ, റോമിൽ ഇവിടെയൊക്കെ നിലനിന്നിരുന്ന യവന സംസ്കാരത്തിന്, ഗ്രീക്ക് സംസ്കാരത്തിന് കേവലമുള്ള ഒരു മിഥോളജിക്കപ്പുറം അതിനൊരു മൂല്യവുമില്ല. ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരിൽ ഒരു പ്രവാചകന്റെയെങ്കിലും കർമ്മമണ്ഡലം പടിഞ്ഞാറ് ഉണ്ടതായി ചരിത്രത്തിൽ അറിവില്ല. പടിഞ്ഞാറിനെ നമ്മൾ നിരാകരിക്കുകയല്ല, പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ ചില ഗുണങ്ങളും ദൗർബല്യങ്ങളും ഉണ്ടായിരിക്കും. പടിഞ്ഞാറ് ഒരു പ്രവാചക മണ്ണല്ല എന്നാണ് മനസ്സിലാവുന്നത്. അവിടെ പ്രവാചകന്മാർ തീരെയില്ല എന്നൊന്നും ഈ പറഞ്ഞ വാക്കിന് അർത്ഥമില്ല. പക്ഷേ നാം അറിയപ്പെടുന്ന പ്രബലവും പ്രധാനവുമായ സംസ്കാരങ്ങളൊന്നും യൂറോപ്പിൽ ഉള്ളതായി അറിവില്ല. യൂറോപ്പിന്റെ ആകെ ഒരു സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇലിയഡാണ്. ഹോമറുടെ ഇലിയഡ് എന്ന് പറയുന്നത് സത്യത്തിൽ ഊഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒരു ഫീൽഡ് സമൂഹത്തിന് നൽകുകയാണ്. അതിൽ നിന്നാണ് പിന്നീട് പ്രകൃതി ദൈവങ്ങളുടെ ആരാധിക്കുന്ന രീതി ലോകത്ത് വളർന്നു വന്നിട്ടുള്ളത്. അതിന്റെയൊക്കെ അടിസ്ഥാനം സത്യത്തിൽ റോമൻ മിത്തോളജിയാണ്. അതിനൊരു ചെറിയ വ്യത്യാസം വന്നത് സെന്റ് പോളോടുകൂടിയാണ്. പക്ഷേ ആ വ്യത്യാസമാകട്ടെ ഉദാത്തമായ ഒരു വേദഗ്രന്ഥം നശിപ്പിച്ചുകൊണ്ടാണ് ലോകത്തുണ്ടായിട്ടുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധ വേദഗ്രന്ഥമായ ബഹുമാനപ്പെട്ട ഇൻജീൽ അതിന്റെ അലകും പിടിയും വേർപ്പെടുത്തുന്ന കാര്യത്തിൽ ഏറ്റവും അധ്വാനിച്ചതും പടിഞ്ഞാറുകാരായിരുന്നു എന്നതും ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അവരൊരു സംഭാവനവും ചെയ്തില്ല എന്നല്ല, ഒരു വേദഗ്രന്ഥത്തെ സമൂലമായ മാറ്റിയിട്ട് മാനുഷിക കൈകടത്തലുകൾ സ്പഷ്ടവും വ്യക്തവും അതിന്റെ നാശോന്മുഖമായ രീതിയിലും ചെയ്തു എന്നതും പടിഞ്ഞാറിന്റെ ഒരു രീതിയായി നാം കാണേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നാട്ടിനെ കുറിച്ചാണ്, അവരുടെ രീതിയെയും ശീലങ്ങളെയും കുറിച്ചാണ് നാം പറയേണ്ടത്. ഇനി നാം ആരാണെന്ന് ചിന്തിക്കണം. നമ്മൾ പ്രവാചക മണ്ണിന്റെ അനന്തരാവകാശികളാണ്. എല്ലാ നിലക്ക് നോക്കിയാലും പ്രത്യേകിച്ച് പ്രവാചക സംസ്കാരങ്ങളൊക്കെ 2 പ്രദേശങ്ങളിലാണ്, 2 വൻകരകളിലാണ് ഉണ്ടായത്. ഏഷ്യയിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ. 3 വേദഗ്രന്ഥങ്ങളും അവിടെയാണ് വന്നിട്ടുള്ളത്. 4 വേദഗ്രന്ഥങ്ങളും അവിടെയാണ് വന്നിട്ടുള്ളത്. മഹാനായ സയ്യിദ്ന മൂസ, പിന്നെ സയ്യിദ്ന ദാവൂദ്, പിന്നെ സയ്യിദ്ന ഈസ, പിന്നെ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇവരുടെയൊക്കെ കർമ്മമണ്ഡലം സത്യത്തിൽ ഇവരുടെയൊക്കെ കർമ്മമണ്ഡലം ഏഷ്യയും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളും. ഉദാത്തമായ ഒരു സംസ്കാരം ലോകത്തിന് നൽകിയത് ഈ ഒരു പ്രദേശത്ത് വെച്ചാണ്. അതിന്റെ ഒരു അടിത്തറയിലാണ് നാം ഉള്ളത് എന്നും നാം മനസ്സിലാക്കണം. ആ നിലക്ക് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒന്നും കൊള്ളേണ്ടതില്ല, അവർക്ക് കൊടുക്കേണ്ടതേ ഉള്ളൂ. നമ്മളിൽ നിന്ന് അവർക്ക് കൊടുത്തപ്പോഴാകട്ടെ അവർ അതിന്റെ അലകും പിടിയും വേർപ്പെടുത്തുകയും ചെയ്തു. ഇഞ്ചിയിൽ ഒരു ഉദാഹരണം. പിന്നെ രണ്ടാമതായി നമ്മൾ ഭാരതീയർ എന്ന നിലയിലാകട്ടെ നമ്മൾ മഹാനായ സയ്യിദ്ന ആദമിന്റെ മണ്ണിലാണ് അലൈഹിസ്സലാം. ആദം ഭൂമിയിൽ കാലുകുത്തിയത് ഇന്ത്യയിലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതെവിടെ എന്ന കാര്യത്തിൽ ചെറിയ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ഇന്ത്യയിലാണ് എന്നതിൽ തർക്കമില്ല. രണ്ടഭിപ്രായമുണ്ട്. ഒന്ന് ശ്രീലങ്കയിലാണ്. ശ്രീലങ്ക അന്ന് ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ നിന്ന് പൊട്ടി വീണ ഒരു ഭൗമ കഷ്ണം പോലെയാണ് സത്യത്തിൽ ശ്രീലങ്കയുടെ നിൽപ്പ്. വളരെ പ്രധാനപ്പെട്ട അഭിപ്രായമാകട്ടെ ഹിമാലയത്തിന്റെ മുകളിലാണ് എന്നഭിപ്രായപ്പെട്ട അനവധി ആധുനികരും പൗരാണികരുമായ ചരിത്ര ചിന്തകന്മാരും. ബഹുമാനപ്പെട്ട സയ്യിദ്ന ആദം, ഇതൊക്കെ ആദമിന്റെ മണ്ണാണ്. ആദമിനെ കുറിക്കുന്ന അലൈഹിസ്സലാം. അനവധി കാര്യങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ നടന്നു എന്നാണ് ചരിത്ര ചിന്തകന്മാരും മുഫസ്സിരീങ്ങളിൽ ധാരാളം ആളുകളും വിശദീകരിക്കുന്നത്. കോഴിക്കോട്ട് പാറപ്പള്ളിയിൽ കാണുന്ന ഒരു പാറക്ക് മുകളിലെ കാൽ പെരുമാറ്റം മഹാനായ സയ്യിദ്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റേതാണെന്ന് അനുമാനിക്കപ്പെടുന്നു. അത് ശരിയാണെന്ന് വലിയ മഹാകർമ്മയോഗികൾ ബഹുമാനപ്പെട്ട CM അടക്കം ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ആദമിന്റേതാണ് എന്നാണ് വസ്തുനിഷ്ഠമായ മഹാന്മാർ പറഞ്ഞതിന് വസ്തുനിഷ്ഠമായ രേഖകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടുകാരാണ് നമ്മൾ എന്നും നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ മണ്ണ് ആദ്യത്തെ സംസ്കാരത്തിന്റെ മണ്ണാണ് സയ്യിദ്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവരുടെ ദുശീലങ്ങളെയും നാട്യങ്ങളെയും സ്വീകരിക്കുക എന്ന് പറയുന്നത് എത്രമേൽ വേദനാജനകമായിരിക്കും എന്നും നാം ആലോചിക്കണം. ഇതിന്റെ പിന്നിൽ കാര്യമായ ഒരു വസ്വാസ് നടന്നുകൊണ്ടിരിക്കും. വസ്വാസ് എന്ന കാര്യത്തിന് എല്ലാ കാലത്തും ഓരോ രീതിയാണ് ഉണ്ടാവുക. അത് ഞാൻ സാന്ദർഭികമായി പറയാണ്. വസ്വാസ് എന്നതാണ് ഗൗരവമായ പ്രശ്നം. ഇബിലീസാണ് വസ്വാസ് കൊണ്ടുവരുന്നത്. ഇബിലീസിന്റെ പേര് തന്നെ മുവസ്വിസ് എന്നും വസ്വാസ് എന്നുമാണ്. വസ്വാസിന് കാലികമായ ശൈലികളാണുള്ളത്. എന്നും ഒരു രീതിയാവില്ല, ഒരിക്കലുമല്ല. ഉദാഹരണം ബഹുമാനപ്പെട്ട സയ്യിദ്ന ആദമിന്റെ അടുത്ത് പഴവും കൊണ്ടാണ് ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കിയത്, ലഅനത്തുല്ലാഹി അലൈഹി. എന്നാൽ പിന്നീട് ആരുടെയെങ്കിലും അടുത്തൊരു പഴവും കൊണ്ട് ഇബ്ലീസ് ചെയ്യുന്നതായി രേഖയില്ല. അത് അപ്പോഴത്തെ സാന്ദർഭികമായ ഒരു അനിവാര്യത മാത്രമായിരുന്നു. വളരെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇബ്ലീസിനെ നമ്മൾ അവിടുന്ന് പഠിക്കുമ്പോൾ ഇബ്ലീസ് ഒരു പഴക്കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ പഴത്തിന്റെ ആളാണ്, അതിന്റെ ഒരു പ്രൊമോട്ടറാണ് എന്ന് ചിന്തിക്കരുത്. ഇബ്ലീസും പഴവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇബ്ലീസ് അനിവാര്യമായ സാഹചര്യങ്ങളിൽ മുതലെടുക്കുകയാണ് ചെയ്യുക. ആദമിന്റെ അടുത്ത് പഴവും കൊണ്ട് ചെന്നു, അതൊരു പ്രത്യേകമായ അനിവാര്യമായ സാഹചര്യമായിരുന്നു. പിന്നെ ആവശ്യമായ കാര്യങ്ങളൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ നൽകും. ഒരാൾ മുസ്ലിം ആകുമ്പോൾ അത്തുസ്ലിമു അതദീനക ആബായിക്ക എന്ന് ചോദിക്കുമെന്ന് പുണ്യനബി. അവിടെ പിതാവിനെയാണ് ഉയർത്തിക്കാട്ടുക. നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും മതത്തെയും താല്പര്യത്തെയും നിരാകരിച്ച് നീ മുസ്ലിം ആവേണ്ടതുണ്ടോന്ന് ഒരാൾ മുസ്ലിമാകാൻ ഉദ്യമിക്കുമ്പോൾ ഇബ്ലീസ് ചോദിക്കുമെന്ന് മുഹമ്മദ് നബി. അവിടെ അവൻ ആയുധം മാറ്റിയിട്ടുണ്ട്. ഒരാള് സത്യമാർഗത്തിന് വേണ്ടി പുറത്തിറങ്ങി വരുമ്പോൾ, ഒരു യുദ്ധത്തിന് വേണ്ടി, ഒരു സത്യത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധത്തിന്റെ അനിവാര്യമായ ഘട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ ഇബ്ലീസ് ചോദിക്കുമെന്ന് പുണ്യനബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുഖാതിൽ ഫതുഖതൽ ഫതുൻകഹം റഅതുക ഫതുഖസ്സമു അംവാലുക. നീ ഇപ്പോൾ യുദ്ധത്തിന് പോവുകയാണോ? നീ യുദ്ധത്തിന് പോയാല് നിന്നെ കൊല ചെയ്യപ്പെടുകയില്ലേ? നിന്നെ കൊല ചെയ്യപ്പെട്ടാൽ നിന്റെ ഭാര്യയെ മറ്റൊരാൾ കല്യാണം കഴിക്കില്ലേ? അവിടെ അയാൾ ചിരക്കാക്കിയത്, മാധ്യമമാക്കിയത് ഭാര്യയാണ്. സാന്ദർഭികമായി ഇങ്ങനെ മാറും. പടിഞ്ഞാറ് എന്നത് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു വസ്വാസാണ്. വളരെ ഗൗരവമായി മുഫസ്സിരീങ്ങളിൽ ചില ആളുകൾ വസ്വാസിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുതിയ ഒരു വാദം പറയുകയാണെന്നും വിചാരിക്കരുത്. ആധുനിക ഖുർആൻ മുഫസ്സിരീങ്ങളിൽ പ്രധാനികളായ രണ്ട് മഹാന്മാർ, ഒന്ന് അല്ലാമ ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ മുഫസ്സിറും പണ്ഡിതനുമായിരുന്ന
അല്ലാമ മുത്തവല്ലി ഷാറാവി റഹിമഹുല്ലാ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനം ഇംഗ്ലീഷ് ലോകഭാഷയാണെന്ന് അവർ പറഞ്ഞു പരത്തി എന്നാണ് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. ഇതാണ് വസ്വാസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇനി ഒന്നിനും പറ്റില്ല എന്ന ധാരണ എല്ലാവരിലും വന്നുപോയി. ഇതിന്റെ പിന്നിൽ ഒരു വസ്വാസാണ്, ഇബ്ലീസിന്റെ വസ്വാസാണ്. ഞാൻ പറയല്ല, ഞാൻ പുതിയ ഒരു വ്യാഖ്യാനം കൊണ്ടുവരികയല്ല. ഇത് വളരെ വസ്തുതമായ ഒരു യാഥാർത്ഥ്യമാണ്. അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ ഹൃദയങ്ങളിലൊക്കെ ഒരു ധാരണ പരത്തുക. എന്താ ധാരണ? അത് പൂർണ്ണമായി അവാസ്തവമാണ്. താൻ ഒരു അവാസ്തവമായ ഒരു ധാരണ ഇങ്ങനെ പരത്തുക. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഒന്നും അറിയില്ല, ഇംഗ്ലീഷ് എനിക്കറിയില്ല എന്നൊന്നിനും കൊള്ളില്ല. ഇംഗ്ലീഷാണ് ലോകത്തിൻ്റെത്, ഇംഗ്ലീഷാണ് ലോകഭാഷ, ഇംഗ്ലീഷാണ് ലോക സത്യം, ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇത് തന്നെ. ഇംഗ്ലീഷിനാകട്ടെ ഒരക്ഷരമാല പോലും സ്വന്തമായി ഇല്ല. ABCDEFGHIJKLMN ഇത് ഇംഗ്ലീഷ് അക്ഷരമാലയല്ല, റോമൻ ലിപിയാണ്. റോമൻ ലിപി കടമെടുത്തതാണ്. ഇംഗ്ലീഷിന് ലിപി പോലും ഇല്ല. ഇംഗ്ലീഷ് ഒരു പാവം ഭാഷയാണ്, ഒന്നുമില്ല, അതിന് ഒരു സാധനവുമില്ല. നമ്മുടെ നാട്ടിലെ ചില കൊങ്കണികൾക്ക് പോലും സത്യത്തിൽ അതിൻ്റെതായ ചില ലിപികൾ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ലിപി പോലും ഇല്ല. ABCD ലിപി ഇംഗ്ലീഷ് ലിപിയല്ല, ABCDEFG എന്ന് പറയുന്ന റോമൻ ലിപിയാണ്. ആ റോമൻ ലിപിയെ ഒരുപാട് ആളുകൾ കടമെടുത്തിട്ടുണ്ട്. അതിലൊരു കൂട്ടർ ഇംഗ്ലീഷാണ്. അതേപോലെ തന്നെ ജർമ്മൻ ഭാഷകൾക്ക് വേണ്ടി കടമെടുത്തിട്ടുണ്ട്. ഇപ്പൊ ചില ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും മറ്റുമൊക്കെ പുറത്തിറങ്ങുന്ന പത്രങ്ങൾ നമ്മൾ കാണുന്ന നേരത്ത് ആ പത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മള് ഇംഗ്ലീഷാണെന്ന് വിചാരിച്ചു. സത്യത്തിൽ ചില ജർമ്മൻ എയർവേസിലൊക്കെ ഉള്ള ചില പത്രങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം. ഇപ്പൊ ജർമ്മൻ എയർവേസില് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ചില പത്രങ്ങൾ, ആ പത്രങ്ങൾ സത്യത്തിൽ ഇംഗ്ലീഷിന്റെ ആൽഫബറ്റ്സിലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ അതെടുത്തു നോക്കുമ്പോൾ സാധനം ഇംഗ്ലീഷ് അല്ല, അത് ജർമ്മൻ ഭാഷയിലാണ്, കടമെടുത്തതാണ്. ഉദാഹരണം അതുപോലെ തന്നെ ഫിലിപ്പീൻസിന്റെ ഒരുപാട് പത്രങ്ങൾ ഗൾഫിൽ കിട്ടും. നമ്മൾ ഇംഗ്ലീഷാണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷ് അല്ല, അത് സത്യത്തിൽ ഫിലിപ്പീൻ ഭാഷയിലാണ്. ആ റോമൻ ലിപിയെ ലോകത്ത് ഒരുപാട് ആളുകൾ രാജ്യക്കാർ കടമെടുത്തിട്ടുണ്ട്. ഫിലിപ്പീൻസ് കടമെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്തോനേഷ്യ ഭാഷ ഇംഗ്ലീഷിലാണ് എഴുതുക, കടമെടുത്തിട്ടുണ്ട്. ഒരുപാട് രാജ്യക്കാർ കടമെടുത്തിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷും കടമെടുത്തുന്നേ ഉള്ളൂ. ഇംഗ്ലീഷിന് സത്യത്തിൽ ഒന്നുമില്ല. നമ്മളെ നാട്ടിലെ കുറുമ ഭാഷക്ക് ഇവിടെ ഒരവസ്ഥയാണ് സത്യത്തിൽ ഇംഗ്ലീഷിൻ്റെത്. അതിന് ലിപിയില്ല, ഇംഗ്ലീഷിന് ലിപിയില്ല. മലയാളം എത്ര നല്ല ഭാഷ, സ്വന്തമായി അതിന് ലിപിയുണ്ട്. കർണാടക എത്ര നല്ല ഭാഷയാ കന്നഡ, അതിന് അതിൻ്റെതായ ഒരു ലിപിയുണ്ട്. തമിഴ് എത്ര നല്ല ഭാഷയാ, അതിന് അതിൻ്റെതായ ലിപിയുണ്ട്. പാവം ഇംഗ്ലീഷ്, അതിനൊരു ലിപി പോലും ഇല്ല. ABCD അതിന്റെ ലിപിയല്ലത്, കടമെടുത്ത പാവാണത്. പക്ഷേ ഒരു വസ്വാസിലൂടെ ലോകത്തിന്റെ മുന്നിൽ സ്ഥാപിക്കാൻ കഴിയും. നമ്മളെ ആകെയുള്ള പ്രശ്നം എന്താ അറിയോ? ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ ഒന്നും അറിയില്ല, എന്നെ ഒന്നിനും പറ്റില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഒന്നും. ലോകത്ത് ഇന്ന് കാണുന്ന 990 ശേഷം ആധുനിക ലോകത്തിന്റെ മുന്നിൽ നിങ്ങളൊരു വരക്കൂ എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ, ക്രിസ്തുവിന് മുമ്പും പിമ്പും എന്ന് ചിലരൊക്കെ പറയാറുള്ളത് പോലെ ഇന്ന് ആധുനിക ലോകത്ത് നിങ്ങളൊരു വരക്കാൻ കഴിയുമോ എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ 990 ഞാൻ വരച്ചിരിക്കും എന്നാണ് എനിക്കുള്ള മറുപടി. ഞാന് ഒരു 200-300 കൊല്ലത്തിനിടയിൽ ലോകത്ത് വരക്കാവുന്ന ഒരു സംഭവം 990. 990 ലോകത്തിന് വ്യത്യാസം ഉണ്ടായ കാലമാണ്. അതിൽ നമ്മൾ അനുഭവിച്ചു എന്നാണ് നമ്മളൊരു പ്രത്യേകതയും. ചരിത്രമാറ്റം നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ ചരിത്രമാറ്റങ്ങൾക്ക് മുഴുവനും നേതൃത്വം നൽകിയത് ഗോർബച്ചേവാണ്. ഗോർബച്ചേവിന് ഇംഗ്ലീഷ് അറിയില്ല എന്നതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ട് എന്റെ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും കൊണ്ടുവന്നത് ഗോർബച്ചേവാണ്. ഗോർബച്ചേവിന്റെ കളിയാണ് സത്യത്തിൽ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി തകർന്നു പോയത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്തെ ശക്തി കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം ഒന്നുമല്ല, അതിനൊന്നിനും കഴിയില്ല. ക്യാപിറ്റലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചെടുത്ത് ഒപ്പിടാൻ വേണ്ടി നടക്കുന്നവർ മാത്രമാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ. ഒന്നിനും അവർക്ക് കഴിയില്ല. അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തെ അവർ പകർത്തി കഴിഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ അച്ചിൽ വാർത്തിട്ടുള്ള ഒരു തരം വരട്ടു തത്വവാദമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. അത് ക്യാപിറ്റലിസം തന്നെയാണ്, കൺസ്യൂമറിസം, ഒറിജിനൽ കൺസ്യൂമറിസം. സത്യത്തിൽ ഇന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. ആത്മാവ് എന്നൊന്ന് ഇല്ല എന്നാണ് അവരുടെ വാദം. ഏതായാലും അതിന് വല്ല ആത്മാവുണ്ടെങ്കിൽ അത് 990 നഷ്ടപ്പെട്ടു പോയി ലോകമറിഞ്ഞു. അത് അന്ന് അതിനു മുമ്പേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടു ലോകമറിഞ്ഞത് 990. അതിന് നേതൃത്വം നൽകിയത് ഗോർബച്ചേവ. ആൾക്ക് ഇംഗ്ലീഷ് തീരെ അറിയൂല. എന്നിട്ട് എന്റെ ചരിത്രമാറ്റം വരെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. എന്നിട്ടും എന്റെ ഒന്നുമില്ല. പക്ഷെ അല്ലാതെ ജനഹൃദയങ്ങളിൽ ഇങ്ങനെ അവാസ്തവങ്ങളെ പറഞ്ഞിങ്ങനെ ധരിപ്പിക്കും. അതിന്റെ പിന്നാലെ ആളുകൾ പോകും. അവാസ്തവമാണ്
അവർക്ക് പറയാനുള്ളത്. അവർ ചെയ്തൊക്കെ വാസ്തവമാണ്, പറഞ്ഞിട്ടും അവാസ്തവമാണ്. അങ്ങനെയാ, ഒന്നും അറിയില്ല. പിന്നെ വാസ്തവം പറഞ്ഞിട്ട് നമ്മളെ മേലെയാകാൻ മാത്രം എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകും. യൂറോപ്പിലേക്ക് പോയ ഒരാൾ യൂറോപ്പിന്റെ നഗരമുഖത്തെത്തുന്നതിന് മുമ്പിനും മടങ്ങിപ്പോന്നിട്ടുണ്ട് ആ മനുഷ്യൻ. ആരാണെന്നറിയോ? ലോക ചരിത്രത്തിന്റെ വിജിഗീഷുവായ സയ്യിദ്നാ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. യസ്അലൂനക അനിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ഇക്റ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഈ സൂചിപ്പിച്ചത്. ദുൽഖർനൈൻ, ബഹുമാനപ്പെട്ട സയ്യിദ്നാ ദുൽഖർനൈൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സെൻട്രൽ ഏഷ്യയിൽ പോയിട്ട് മടങ്ങിപ്പോയി. അതിന്റെ അപ്പുറത്തേക്ക് കിടക്കി. എന്തുകൊണ്ട് വെറും ഫസാദിന്റെ ആളുകളാണ്. യജൂജ് മൗജൂജിനെ കുറിച്ച് വളരെ ഗഹനമായ ചർച്ച 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ തന്നെ ഞാൻ നടത്തിയിരുന്നു. ആരെങ്കിലുമൊക്കെ അഭിപ്രായക്കേട് പറയുന്നു ഞാൻ വിചാരിച്ചു, പക്ഷെ ഇന്നവരാരും അഭിപ്രായക്കേട് പറഞ്ഞില്ല. യജൂജിനെ കുറിച്ച് മൗജൂജിനെ കുറിച്ച് ഒരു തരം അബദ്ധ ധാരണകളായിരുന്ന ഒരു കാലഘട്ടത്തിൽ വല്ലാതെ ലോകത്തുണ്ടായിരുന്നത്. അപ്പൊ ഞാനതിനൊരു ചെറിയ ഒരു ചില സത്യങ്ങളെ പുറത്തു കൊണ്ടുവന്നാനുള്ള ചെറിയ പണിയെടുത്തു 2 കൊല്ലങ്ങൾക്ക് മുമ്പ്. യജൂജ് മൗജൂജിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ എന്റെ ചർച്ച. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള ചില കാര്യങ്ങളെയും രീതികളെയും ചിന്തകളെയും മാറ്റുമ്പോൾ ആരെങ്കിലും അഭിപ്രായക്കേട് പറയുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഉണ്ടായില്ല. ഒരാൾ ഇന്ന് വരെ യജൂജിനെ കുറിച്ച് പറഞ്ഞ വീക്ഷണത്തിൽ ഒരു അഭിപ്രായക്കേട് ഇന്ന് വരെ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടേ ഇല്ല. അത് സംഭവം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അറബ് നാട്ടിൽ വെച്ച് പ്രഗത്ഭമായ ഒരു സമിതി അത് അറബിലേക്കും ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആ ഒരു വിഷയത്തെ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനവർ ഏറ്റെടുക്കാമെന്നും ഷാർജയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് അതിനുവേണ്ട എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്യാമെന്ന് പോലും പറയുകയുണ്ടായി. ഞാനിവിടെ പറഞ്ഞുകൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, യജൂജ് മജൂജാണ് സത്യത്തിൽ ഈ യൂറോപ്യന്മാർ. അവര് അവാസ്തവങ്ങളെ പ്രചരിപ്പിക്കുക എന്നതാണ് അവരുടെ രീതി. പ്രവാചക മണ്ണിൽ ഒന്നും അവർക്കില്ല. അവർ പിന്നെ വിശ്വാസികളെ പ്രചരിപ്പിക്കുക. ഒരു വിവരവും അവർക്കില്ല. വിവരത്തിനോട് അവർ അടുത്തിട്ട് പോലുമില്ല. സെൻട്രൽ ഏഷ്യക്കാർ, യൂറോപ്പ് പിന്നെയല്ലേ, സെൻട്രൽ ഏഷ്യക്കാർ പോലും അങ്ങനെയായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ അപ്പുറത്താണ് ഇത് സെൻട്രൽ ഏഷ്യ. അതായത് അസർബൈജാന്റെ പരിസരത്താണ് എന്നിട്ടാണ് ബഹുമാനപ്പെട്ട അസർബൈജാനിലാണ് കെട്ടുകെട്ടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ്നാ ദുൽഖർനൈൻ. അതിന്റെ അപ്പുറത്താണ് സത്യത്തിൽ യൂറോപ്പ്. അവിടെ വെച്ച് മടങ്ങിപ്പോരുകയാണ്. അവിടത്തുകാർ തന്നെ വിവരമില്ലാത്തവരാണ്, പറഞ്ഞാലും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ്നാ ദുൽഖർനൈൻ. പിന്നെ അദ്ദേഹത്തിന് ഒരു കഴിവുണ്ടായിരുന്നു. ദുൽഖർനൈന് ഒരു വലിയ കഴിവുണ്ടായിരുന്നു. ഏതൊരു ജനതയെയും ആ ജനതയുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ലോക ചരിത്രത്തിലെ ചുരുക്കം ചില ആളുകളിൽ ഒരാളായിരുന്നു സയ്യിദ്നാ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. അതാണ് വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ എന്ന ആയത്തിന്റെ ഒരു വ്യാഖ്യാനം. ഏത് നാട്ടുകാരോടും ആ നാട്ടുകാരെ ഭാഷയിൽ സംസാരിക്കും. അങ്ങനെ ചരിത്രത്തിൽ ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാം. ഏത് നാട്ടുകാരോടും ആ നാട്ടുകാരെ ഭാഷയിൽ സംസാരിക്കും. 60ഓളം ഭാഷക്കാരെ ബഹുമാനപ്പെട്ടവർ അധികാരമേറ്റെടുത്തപ്പോൾ ഈജിപ്തിലേക്ക് ഫറോവ ക്ഷണിച്ചു വരുത്തിയ 60ഓളം ഭാഷക്കാർ. ആ 60ഓളം ഭാഷക്കാരോടും അവരുടെ ഗ്രാമഭാഷയിൽ സംസാരിച്ചു സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബിയുടെ മുഅ്ജിസത്തിൽ അൽബിനായത്തു വന്നഹായ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കറാമത്തായും ഭവിക്കും. ഒരുപാട് മഹാന്മാർക്ക് അങ്ങനെ കറാമത്തായിട്ടും ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഞാൻ ഈ പറഞ്ഞ സൂചിപ്പിച്ചത്. ദുൽഖർനൈൻ പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം നബിയല്ല, അദ്ദേഹം ഒരു വലിയായിരുന്നു, ഒരു സാലിഹായിരുന്നു, ഒരു മുത്തഖിയായിരുന്നു, ഒരു തവ്വാഫായിരുന്നു, അള്ളാഹുവിന് വേണ്ടി ഓടിയ ഒരാളായിരുന്നു സയ്യിദ്നാ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതാണ് സത്യത്തിൽ നിലവിലുള്ള ഒരു രീതി. ജോഗ്രഫിക്കൽ ബേസ്, ലോകത്തിന്റെ ഒരു ജോഗ്രഫിക്കൽ ബേസ് ആണ്, ഹിസ്റ്റോറിക്കൽ ആൻഡ് ജോഗ്രഫിക്കൽ ബേസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് നിന്ന് ഒന്നും നമുക്ക് കിട്ടാനില്ല. രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് പ്രവാചക ധർമ്മങ്ങളെല്ലാം എന്താണ് ലോകത്തോട് പറഞ്ഞത്. മനുഷ്യൻ വളരെ ബാധ്യതയുള്ള ഒരു സമൂഹമാണ്. നമ്മളെ വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ ആകാശവും ഭൂമിയും വെറുതെ പടുത്ത സംഗതിയല്ല. വമാ ഖലഖന സ്സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ലഅബിൻ മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്. ആകാശങ്ങളെയും ഭൂമിയെയും നാം വെറുതെ പടച്ചിട്ടേ ഇല്ല.
വെറുതെ പഠിച്ചിട്ടേ ഇല്ല. വളരെ സ്പഷ്ടാണ്, വളരെ വ്യക്തമാണ് കാര്യം. ഒന്നും ഇതിന്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യത്തിന്റെ അടിത്തറ നിലനിൽക്കുന്നു എന്ന്. അത് തകർക്കാൻ ലോകത്തെ ഏറ്റവും ശ്രമിച്ചത് യൂറോപ്പുകാരാണ്. ഒരിക്കലും ഒരു നിസ്സാരമായി ജീവിതത്തെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ജീവിതം നിസ്സാരമല്ല, ഇതിന് ഉദാത്തമായ ലക്ഷ്യമുണ്ട്. ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തകർത്തത് യൂറോപ്യൻ ചിന്താധാരയാണ്. അതിന് അടിസ്ഥാന കാരണവുമുണ്ട്. യൂറോപ്പിന് മെറ്റീരിയലിസ്റ്റ് സംസ്കാരമാണ് യൂറോപ്പിന്റെ. ഒരു മെറ്റീരിയലിസ്റ്റ് സംസ്കാരമാണ്. അതിനപ്പുറം അവരൊന്നും കാണില്ല. ആത്മാവും പിന്നെ ശരീരവും രണ്ടും കൂടിയുള്ളതാണ് മനുഷ്യൻ. രണ്ടിന്റെ പക്ഷത്ത് രണ്ടാൾ നിന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്റെ കൂട്ടത്തലയും കൂട്ടി തരണം. ഇത് ഞാനൊരു വലിയ സത്യം നിങ്ങളോട് പറയാം. രണ്ടും കൊണ്ടാണ് മനുഷ്യൻ ഉണ്ടാക്കിയത്. ആത്മാവും ശരീരവും രണ്ടാളെ അള്ളാഹു ഉയർത്തി കാണിച്ചു. ആദം, ഇബ്ലീസ്. രണ്ടാള് രണ്ട് പക്ഷത്താണ്. ഒരാൾ ആത്മാവിന്റെ പക്ഷത്തും ഒരാൾ ശരീരത്തിന്റെ പക്ഷത്താണ്. ഇയാൾ ആത്മവാദിയാണ്, ഇയാൾ മെറ്റീരിയലിസ്റ്റാണ്. ഇബ്ലീസ് ആത്മാവിന്റെ ഭക്ഷണമാണ് വിജ്ഞാനം. അതിന്മേലാണ് ഒരാൾക്ക് മഹത്വം ഉണ്ടായത്. ഒരാൾ തന്റെ മഹത്വമായി പറയുന്നത് തന്റെ മെറ്റീരിയലാണ്. ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. മെറ്റീരിയലിസ്റ്റാണ്. ഈ മെറ്റീരിയലിസമാണ് കമ്മ്യൂണിസം, അതാണ് ക്യാപിറ്റലിസം. ഓക്കെ, അത് പ്രവാചക ദൗത്യമേ അല്ല. അത് വളരെ ബേസ്ഡായ ഒരാശയാണ്. നിസ്സാരമായി കാണേണ്ട, അത് വളരെ ബൃഹത്തായ ആശയമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പൊ ലോകത്തെ വയറിൽ തീർന്നു. ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പൊ ലോകത്തിന്റെ ഒരു എസെൻസ് ഓഫ് ദി എഡ്യൂക്കേഷൻ ഫോർ വേൾഡ് എന്ന് പറയാം. ലോകത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ബേസാണത്. അതിന്റെ സ്പിരിറ്റാണത്, അതിന്റെ ഒരു ആത്മാവാണ്. ഇതാണ് വളരെ ദൂരമായി നമ്മൾ ചിന്തിക്കണം. രണ്ടാശയം, രണ്ടാൾ. രണ്ടിനാലാ പടച്ചത്. ഒക്കെ രണ്ടിനാൽ പടച്ചു. ആത്മാവും ശരീരം. ആത്മാവ് എന്താ, അതിന്റെ മാറ്റർ എന്താന്ന് പോലും പറഞ്ഞില്ല. കാരണം അവിടെ മെറ്റീരിയലിസം ഉണ്ടാവാൻ പാടില്ല. മാറ്റർ പറഞ്ഞില്ല. ആളുകളൊന്നും ചെയ്യാൻ എന്താ പടച്ചോനെ മുഹമ്മദ് നബിയെ എന്താണ് ഈ ആത്മാവ്, അതിന്റെ മെറ്റീരിയൽ എന്താണ്, അതെന്ത് മാറ്ററാണത് പറഞ്ഞില്ല. എല്ലാം ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറയുന്നത് ആത്മാവിനെ മാത്രം. കാരണം അത് മെറ്റീരിയലിസ്റ്റ് ബേസ്ഡ് ആയ സംഗതിയല്ല. അതിന്റെ മാറ്റർ എന്താന്ന് പറഞ്ഞില്ല. കാരണം അതിന്റെ പേരിൽ ഇനി ഒരു മെറ്റീരിയലിസ്റ്റ് സമൂഹം ഉണ്ടാവാൻ പാടില്ല. അത് സ്വർണം കൊണ്ടുള്ളതാണെങ്കിൽ സ്വർണത്തിന്റെ ആളുകൾ ഞങ്ങളുടേതാണെന്ന് പറയാൻ പാടില്ല. അത് വെള്ളിയുടേതാണെങ്കിൽ വെള്ളി കച്ചവടക്കാർ നമ്മളെ സാധനം കൊണ്ടാണ് ആത്മാവ് ഉണ്ടാക്കിയതെന്ന് പറയാൻ പാടില്ല. അത് പ്രകാശം കൊണ്ടാണെങ്കിൽ പ്രകാശത്തെ ആരാധിക്കുന്നവർ നമ്മളതല്ലേ ഞങ്ങളെ റൂഹ് എന്ന് പറയാൻ പാടില്ല. അവരോട് പറഞ്ഞില്ല. പ്രകാശ എന്നാ പ്രകാശാണോ? അല്ല. അല്ലേ? ആണോ? അല്ല. എന്താണ്? അറിയില്ല. എന്നാൽ ശരീരത്തിന്റെ മെറ്റീരിയൽ എന്താന്ന് എത്ര ആയത്തുകളിലാ പറഞ്ഞത്? അതിന്റെ ബേസിലാണ് മെറ്റീരിയലിസം നിലനിൽക്കുന്നത്. അതാ ഇബ്ലീസിന് പറയാനുള്ളതും. ഇബ്ലീസ് മെറ്റീരിയലിസ്റ്റ് ആണ്. എന്റെ മാറ്റർ നോക്കിക്കോളൂ. ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. ഇതാണ് കമ്മ്യൂണിസം. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇബ്ലീസാണ്, ലഅനത്തുല്ലാഹി അലൈഹി. ആദ്യത്തെ ക്യാപിറ്റലിസ്റ്റും ഇബ്ലീസ് തന്നെയാണ്, ലഅനത്തുല്ലാഹി. ഒന്ന് വിചാരിക്കരുത്. പ്രവാചകന്മാരെ രണ്ട് പക്ഷത്തില്ല. അവർ മെറ്റീരിയലിസ്റ്റുകളും അല്ല, അവർ കമ്മ്യൂണിസ്റ്റുകളും അല്ല, അവർ ക്യാപിറ്റലിസ്റ്റുകളും അല്ല. അവർ ആത്മവാദികളാണ്. ആത്മാവ് എന്താണ്? അറിയൂല. എന്താ? അറിയൂല. ഉണ്ട്. എന്താണ്? അറിയൂല. ആത്മവാദികളാണ്. ഒരു തരം സ്പിരിച്വൽ മെക്കാനിസം, സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട്, സ്പിരിച്വൽ അസറ്റ്, സ്പിരിച്വൽ വാല്യൂ. ഇതാണ് മരണം. ഇത് പഠിച്ച വിജ്ഞാനത്തിന്റെ സർവം പഠിച്ചു. ഇതാണ് അടിത്തറ. അവിടെ നോക്കൂ നിങ്ങൾ, രണ്ടാള് രണ്ട് പക്ഷത്താണ്. ബഹുമാനപ്പെട്ട സയ്യിദ്ന ആദമിന് അലൈഹിസ്സലാം അള്ളാഹു ആത്മാവിന്റെ ഭക്ഷണമാണ് കൊടുത്തു. നല്ല പോലെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിച്ചു. അത് കണ്ടപ്പോൾ മലക്കുകൾ പോലും ആ മനുഷ്യന്റെ മുന്നിൽ വീണ്ടുപോയി. ആത്മീയമായ ഔന്നത്യം ഉണ്ടായതുകൊണ്ട് സയ്യിദ്ന ആദം അലൈഹിസ്സലാം
മെറ്റീരിയൽസ് വീട്ടിൽ കാരണം അയാൾ അതിനൊരു പ്രത്യേകത കാണുന്നേയില്ല. അയാളെ വിഷയം മാറ്ററാണ് അയാളെ പ്രശ്നം. അയാളവിടെ പ്രത്യേകത കണ്ടത് തന്നെയില്ല. മലക്കുകൾ അങ്ങനെയല്ല. മലക്കുകൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ അർവാഹാണ്. അവരുടെ നേതാവിന്റെ പേര് റൂഹ എന്നല്ലേ? അങ്ങനെയല്ലേ? لا يتكلمون إلا من أذن له الرحمن وقال صوابا എന്ന്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുക, എത്രയോ ആയത്തുകൾ കാണാം. തനസ്സലുൽ മലായികത്തു റൂഹ ഫിഹാ. ആത്മവാദികളാണ് മലക്കുകൾ. അതുകൊണ്ട് മലക്കുകൾ ആത്മാവിന്റെ പ്രാധാന്യം കാണാം. മെറ്റീരിയലിന്റെ, അവർ കമ്മ്യൂണിസ്റ്റുകളും അല്ല ക്യാപിറ്റലിസ്റ്റുകളും അല്ല മലക്കുകൾ. അതുകൊണ്ട് അവർ ആത്മാവിന്റെ പ്രാധാന്യം കാണാം. മലക്കുകൾ ആത്മീയമായ ഔന്നത്യം നേടി അവരുടെ മുന്നിലേക്ക് ആത്മീയ നേതൃത്വം ഇറങ്ങി വരും. മലായികത്തുല്ലാഹ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ്. അവിടെ ഗൗരവമായി ചിന്തിക്കണം. രണ്ടാമതായി ആദമിന് ശാരീരികമായ സൗകര്യം കൊടുത്തു. അതിന്റെ പേരിൽ പുറത്താവുകയും ചെയ്യേണ്ടി വന്നു. ശരീരം ഒരു സാധനം തന്നെയല്ല. ശാരീരികമായ സൗകര്യം ചെയ്തു കൊടുത്തു സയ്യിദുനാ ആദം. അതിന് വല്ലാതെ താമസമൊന്നും ഉണ്ടായില്ല, ഉടനെ പുറത്തായി. ശാരീരികമായ സാധനത്തിൽ നിബന്ധന വെച്ചു, കഴിക്കരുതെന്ന് പറഞ്ഞു, കഴിച്ചു, പുറത്തായി സയ്യിദുനാ ആദം. ശരീരമാണ് കുഴക്കിയത്, ആത്മാവ് കുഴക്കണ പ്രശ്നമില്ല. അങ്ങനത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് വിജ്ഞാനത്തിന്റെ മർമ്മം. ഇതാണ് ലോകത്തെ രണ്ട് ചിന്താധാരകളാണത്. പടിഞ്ഞാറൻ ചിന്താധാരകളും പ്രവാചക മണ്ണിന്റെ ചിന്താധാരകളും. പ്രവാചക മണ്ണിന്റെ ചിന്താധാര എപ്പോഴും ഈ ആത്മാവിന്റെ പിന്നാലെയാണ്. പടിഞ്ഞാറൻ ചിന്താധാരകൾ എന്നും ശരീരത്തിന്റെ പിന്നാലെ. അങ്ങനെയാണ്. മുതൽ കിട്ടിയവരും കിട്ടിയവരിൽ നിന്ന് വലിക്കുന്നവരും രണ്ട് കൂട്ടരാണ് ലോകത്തുള്ളത്. പടിഞ്ഞാറിന്റെ ആശയങ്ങൾ രണ്ട് കാര്യത്തിൽ തിരിച്ചിട്ടാ. ഒന്ന് മുതലാളിത്തം, ഒന്ന് കമ്മ്യൂണിസം. മുതലാളിത്തം എന്ന് പറഞ്ഞാൽ മുതൽ കിട്ടിയവര്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കിട്ടിയവരെ കയ്യിൽ നിന്ന് ഈഞ്ചി കൊണ്ടുപോകാൻ നോക്കുന്നവര്. ഇതാണ് രണ്ടിലും ഉത്തരം തന്നെയാണ്. ഈഞ്ചി കൊണ്ടുപോകാന്ന് പറയും, നമ്മൾ അറിയാതെ ഈഞ്ചുക തന്നെയാണ്. ഇതിനാണ് ഈഞ്ചുക എന്ന് പറയും. ഞങ്ങളെ എറണാട് ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് മുതൽ കിട്ടിയവരും ഒന്ന് കിട്ടിയവന്റെ കയ്യിൽ നിന്ന് അവൻ അറിയാതെ പോക്കറ്റിൽ നിന്ന് ഈഞ്ചിട്ട് പോക്കറ്റ് അടി. ഇതാണ് അങ്ങനെയാണ്. ഒന്ന് മുതല്, ഒന്ന് മുതലിന്റെ പോക്കറ്റ് അടി. ഇതിലാണ് ക്യാപിറ്റലിസവും, ഇതാണ് കമ്മ്യൂണിസവും. രണ്ടിലൊടുങ്ങും. മൂന്നാമത്തെ കാര്യമില്ല, മുതൽ ബേസ്ഡ് ആണ്. അതുകൊണ്ട് അവർക്കൊരു ആത്മാവ് ഉണ്ടാവില്ല. അങ്ങനത്തെ സംഗതി അവർക്കില്ല. അങ്ങനെയാ. പിന്നെ അവരുടെ ആത്മാവ് പണമാണ്. പുണ്യനബിയ പ്രവാചകന്മാരോ ഏറ്റവും വെറുത്തതുമാണ്. അവർക്ക് ഏറ്റവും വെറുപ്പാണ് ഈ സാധനങ്ങളോടൊക്കെ. ക്യാപിറ്റലിസ്റ്റ് നേതാക്കന്മാർ വ്യാവസായിക വിപ്ലവം നടത്തിയിട്ട് ലോകത്തോട് പണം ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോ പണമുണ്ടാക്കിയവരെ കയ്യിൽ നിന്ന് അപഹരിക്കാൻ വേണ്ടിയും കൽപ്പിച്ചു. അല്ലാതെ എന്താ? പ്രവാചകന്മാരോ അത് രണ്ടും നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് ഗുണമല്ല, ദോഷാണെന്ന് പറഞ്ഞു. അവർ ആദമിന്റെ പക്ഷത്താണ്, മറ്റേ ഇബ്ലീസിന്റെ പക്ഷത്താണ്. ഇവിടെ വിഷയം പോലെ ചിന്തിക്കണം. നമ്മളിപ്പോ എന്ത് ചെയ്യാന്നറിയോ? ആദമിന്റെ പക്ഷക്കാരിപ്പോൾ ഇബ്ലീസിന്റെ പക്ഷക്കാരുടെ കണ്ടിട്ട് ഹറാന്യത്തിലാവുക. അവരെ പോലെ ആകാൻ കഴിഞ്ഞില്ലല്ലോ. ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രശ്നം. ഇതാണ് ഇന്നത്തെ ക്ലാസിന്റെ ആത്മാവ് തന്നെ. ഇതാണ് ഇന്നത്തെ ക്ലാസിന്റെ ആത്മാവ്. ഇത് കഴിഞ്ഞു. ആദമിന്റെ പക്ഷത്തിൽ നിൽക്കോ ഇബ്ലീസിന്റെ പക്ഷത്തിൽ നിൽക്കോ തന്നെയാണ്. അവർ മെറ്റീരിയലിസ്റ്റ് സമൂഹമാണ്. അവരെ വിഷയം അവർക്കുടെ വിഭവങ്ങളാണ്. റസൂല പറഞ്ഞു, ഇനി ഒരാൾക്ക് മുതൽ ഉണ്ടായി എന്ന് വെച്ചാൽ തന്നെ അത് വലിയ കാര്യമൊന്നുമില്ല. പറഞ്ഞല്ലോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസൽ ഗിനാ അൻ ഖിദ്റത്തിൽ അർളി. ഒരാൾക്കുടെ കയ്യിലുള്ള വിഭവത്തിന്റെ ആധിക്യമല്ല അയാളുടെ സമ്പന്നത. വലാകിന്നൽ ഗിനാ ഗിനാ നഫ്സി. ആത്മാവിന്റെ സമ്പന്നതയാണ് സമ്പന്നത എന്ന് പുണ്യ നബി. അപ്പോൾ സമ്പത്തിന്റെ കൺസെപ്റ്റിൽ തന്നെ വ്യത്യാസമുണ്ട് അവരും ഇവരും തമ്മിൽ. മനസ്സിലായില്ല? വളരെ നമ്മൾ ചിന്തിക്കണം. ഈ രണ്ട് വിഭാഗത്തിന്റെയും സമ്പത്ത് എന്ന കൺസെപ്റ്റിൽ തന്നെ വ്യത്യാസമുണ്ട്. പരമാവധി വിഭവങ്ങളുണ്ട് എന്നാണ്. അമേരിക്കയിലെല്ലാം ബാക്കിയാണ് എന്നാണ്. എന്താ ബാക്കിയുള്ളത്? ധാന്യങ്ങൾ ബാക്കിയാണ്, പണം എന്താ ബാക്കിയാണ്, ടെക്നോളജി ബാക്കിയാണ്, എല്ലാം ബാക്കിയാണ്, ഒക്കെ ഞങ്ങളെ കയ്യിൽ ബാക്കിയാണ്, എല്ലാം ബാക്കിയാണ്, ഒക്കെ ബാക്കിയാണ്. ഇതാണ് അവർ പറയാ. അവർ രണ്ടാം കിട പൗരന്മാരും ലോകത്തെ മൂന്നാം കിട രാജ്യങ്ങളുമാക്കി കണക്കാൻ അവരെ കയ്യിലുള്ള അത്ര വിഭവങ്ങൾ നമ്മളെ കയ്യിൽ ഇല്ല എന്നതിന്റെ പേരിലാണ്. അപ്പോൾ അത് ഇബ്ലീസി പക്ഷത്തിലുള്ള വായനയാണത്. ഇതങ്ങനെയല്ല. വളരെ നമ്മൾ ചിന്തിക്കണം. അവർക്ക് ആത്മീയമായ ചിന്തയില്ല. നമ്മളെ നേതാവ് പറഞ്ഞത് അതാണ് പുണ്യനബി. ഉറക്കപ്പറ പുണ്യനബി. ഏറ്റവും കയ്യിൽ ഇഷ്ടം പോലെ മെറ്റീരിയൽ ഒക്കെ ഉണ്ടായിരുന്ന ആളുകളെ പറ്റി എന്തേ പറഞ്ഞത്?
മിൻ ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹിൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ فما بكت عليهم السماء والأرض وما كانوا منظرين. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഒറ്റ വാടിക്ക് ഈ ആയത്തിന് അർത്ഥം വെച്ച് നോക്കൂ. കം തറക്കും മിൻ ജന്നാത്തിൻ വഅയൂനിൻ വസുറൂഇൻ വമഖാമിൻ കരീം. വലിയ വലിയ ധനാഢ്യന്മാരായിരുന്നു ഫറോവയും മന്ത്രിമാരും. അവരൊന്നും ചത്തിട്ട് ആകാശവും കരഞ്ഞിട്ടില്ല, ഭൂമിയും കരഞ്ഞിട്ടില്ല. നിസ്സാരവൽക്കരിക്കുന്നതിന്റെ പരമാവധിയാണ്. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിലും ഒരു മുതൽ കിട്ടിയവരും ഒരു മുതൽ കിട്ടാൻ നോക്കുന്നവരും അവരൊന്നും മരിച്ചാൽ ആകാശവും കരയില്ല, ഭൂമി കരയില്ല എന്ന് പുതിയ സാരം. അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഇതാണ് ഈ ആയത്തിന്റെ ഇപ്പോഴത്തെ പുതിയ 21ാം നൂറ്റാണ്ടിലെ പുതിയ അർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകളും ക്യാപിറ്റലിസ്റ്റുകൾ രണ്ടു കൂട്ടർ മരിച്ചാലും ആകാശവും കരയില്ല, ഭൂമിയും കരയില്ല എന്നുള്ളതാണ് ഈ ആയത്തിന്റെ ഏറ്റവും പുതിയ വ്യാഖ്യാനം. കാരണം രണ്ടും മെറ്റീരിയൽ ബേസ്ഡ് സൊസൈറ്റിയാണ്. അവരെ പറ്റിയാ ഖുർആൻ പറഞ്ഞത്. ഏറ്റവും വലിയ സാധനം കയ്യിലുള്ള ആളുകളായിരുന്നു ഫിർഔനും മന്ത്രിമാരും. അവർ ചത്തപ്പോൾ ആകാശം കരഞ്ഞിട്ടില്ല, ഭൂമി കരഞ്ഞിട്ടില്ല. ഈ ആയത്തിറങ്ങിയപ്പോ സ്വഹാബികൾ ചോദിച്ചു, നബി, ആകാശവും ഭൂമിയും ഒരു മനുഷ്യൻ സമൂഹം മരിച്ചപ്പോൾ കരഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിൽ ആരെങ്കിലൊക്കെ മരിച്ചാൽ ആകാശവും ഭൂമിയൊക്കെ കരയാറുണ്ടോ നബി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നഅം ഇദാ മാതൽ അബ്ദു സ്വാലിഹു, ആത്മാവ് നിറഞ്ഞൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ മരിച്ചാൽ തബ്കി സമാഉ വൽ അർദു അലൈഹി, ആത്മവാദി മരിച്ചാൽ ആകാശവും കരയും, ഭൂമിയും കരയും. ഇതാണ് പ്രവാചക പക്ഷം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതാണ് നമ്മളെ രണ്ടുകൂട്ടരും കാഴ്ചപ്പാട് തന്നെ. രണ്ട് വീക്ഷണം, രണ്ട് അടിത്തറയാണ്. മറ്റു രണ്ടിന്റെ അടിത്തറ ഇന്നിപ്പോ ലോകം പറയുന്നത് വിഭിന്ന വീക്ഷണങ്ങളിലുള്ള രണ്ട് വിഭാഗം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തെയും ക്യാപിറ്റലിസത്തെ പറ്റിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഒറ്റ വീക്ഷണത്തിന്റെ ആളുകളാണ്. രണ്ട് വീക്ഷണമല്ല. കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഒറ്റ വീക്ഷണ, രണ്ട് വീക്ഷണമല്ല. രണ്ടും പണാധിഷ്ഠിത സമൂഹമാണ്. ഒന്ന് പണം കിട്ടിയതിന്റെ പേരിലുള്ള പൊലിമ, ഒന്ന് പണം കിട്ടാൻ വേണ്ടിയുള്ള തത്രപ്പാടും ആധിയും തന്നെയാണ്. പണം തന്നെ അടിത്തറ. അതുകൊണ്ട് അവരും നമ്മളും തമ്മിലുള്ള കാഴ്ചപ്പാടിൽ തന്നെ വ്യത്യാസമുണ്ട്. അവർക്ക് അവരിപ്പോ സ്കോപ്പിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. ഇതാണ് ഇപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന സ്കോപ്പാണ്. സ്കോപ്പ് ഉണ്ടോ? നല്ല സ്കോപ്പ്. ഈ സ്കോപ്പ് നമ്മളും അവരും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അവരെ സ്കോപ്പ് ഈ ദുനിയാവിലെ പരമാവധിയുള്ള നേട്ടാണ്. നമ്മളെ സ്കോപ്പ് സ്വർഗത്തിനൊരു ഇടം കിട്ടുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്കോപ്പ് തന്നെ വ്യത്യാസം. സ്കോപ്പുള്ള പണിയെടുക്കാൻ നമുക്കിപ്പോ സ്കോപ്പുള്ള സീസണാണിത്. ഏത്? നമ്മളാണ്. അവർക്ക് സ്കോപ്പുള്ള സീസൺ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഏഷ്യാഡോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു വേൾഡ് കപ്പ് ഒക്കെ വരലാണ്. ഒരു വേൾഡ് കപ്പ് വന്നാൽ അവർക്ക് നല്ല സ്കോപ്പാണ്. കാരണം പരമാവധി പൈസ ഉണ്ടാക്കാം. അതാണ്. ആ പൈസ ഉണ്ടാക്കിയിട്ടാണ് തിരിക്കുക. ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ 10,000-കണക്കിന് വേശ്യകളെയാണ് ഇക്കൊല്ലം ഇറക്കിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വേശ്യകളുള്ള രാജ്യമാണ് ഇന്ന് ആഫ്രിക്ക. ലോകത്തിന്റെ മറ്റു പല രാജ്യങ്ങളിലേക്കും വേശ്യകളെ കയറ്റിവിടുന്ന രാജ്യമാണ് ആഫ്രിക്ക. ആ ആഫ്രിക്ക പോലും യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും വേശ്യകളെ കൊണ്ടുവന്നു. ഇതിനൊന്ന് തികയാഞ്ഞിട്ട് ഈ കഴിഞ്ഞ പന്തളിക്ക് ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഒരു സത്യമായിട്ട് തുറന്നു പറയല്ലാതെ നിർവാഹമല്ല എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. റൂമുകൾ കൊടുക്കാൻ വേശ്യാവൃത്തി നടത്തുന്നവർക്ക്, ജോനാസ്ബർഗിലെ വേശ്യാവൃത്തി നടക്കുന്നവർക്ക് റൂം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നല്ല മൊബൈൽ ബസ് സർവീസ് നൽകി എന്നുള്ളതാണ്. ഒക്കെ പഠിച്ചു നോക്കൂ. അങ്ങനെയാണ്. അതാണ് അവരുടെ ജീവിതം. അങ്ങനെയാണ്. സുഖങ്ങളുടെയും ആസ്വാദനത്തിന്റെയും വിദ്യാലയമാണ് അവര്. അതാണ് അവരുടെ ലാഭം. അവരുടെ സീസണാണ് ഇപ്പൊ കഴിഞ്ഞത്. നമ്മളെ സീസണാണത്. അപ്പൊ സ്കോപ്പിൽ തന്നെ വ്യത്യാസമുണ്ട്. കാഴ്ചപ്പാട്, സ്കോപ്പ്, നല്ല സ്കോപ്പുള്ളതാണ്, നല്ല സ്കോപ്പുള്ള പരിപാടിയാണ്, നല്ല സ്കോപ്പുള്ള ഡിഗ്രിയാണ്, നല്ല സ്കോപ്പുള്ള വിദ്യാഭ്യാസ. സ്കോപ്പ് എന്താണ്? ഇപ്പൊ നമ്മളിപ്പോ ഒരു തരം സ്കോപ്പികളായി മാറിയിട്ടുണ്ട്. നമ്മളും സ്കോപ്പികളാണ്. നമുക്ക് അത് നല്ല സ്കോപ്പാണ്. എന്താണ്? അതിന് ചേർക്കാം. അത് നല്ല സ്കോപ്പാണ്. എന്തിനു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ പരമാവധി മനുഷ്യന്മാരെ കീശയൊക്കെ കൈയിട്ട് വരാൻ സ്കോപ്പ്. ഇതാണ്. ഒരു വില്ലേജ് ഓഫീസർ ആയാൽ നല്ല സ്കോപ്പാണ്. എന്താ സ്കോപ്പ്? മേശയുടെ മുകളിൽ കിട്ടുന്നതിനേക്കാൾ മേശയുടെ താഴെ കിട്ടും എന്നതാണ് സ്കോപ്പ്. അതാണ് അതിന്റെ സ്കോപ്പ്. അവിടെയാണ് അവരുടെ സ്കോപ്പ്. നമ്മുടെ സ്കോപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. നമ്മുടെ സ്കോപ്പ് അനർഹമായ ഒരു റുപിയ ഫാത്തിമ എടുത്താലും ഞാൻ മുഹമ്മദ് അവളെ കൈവിട്ടുമെന്ന് സയ്യിദുനാ മുഹമ്മദുൻ. അങ്ങനത്തെ ചിന്ത അവിടെ ഇല്ല തന്നെ. നമ്മുടെ കൈവെട്ടലിനെ കുറിച്ച് അവർ കാടത്തെന്നാ പറയുന്നത്. അവരുടെ വെട്ടാതിരിക്കലിനെ കുറിച്ച് നമുക്ക് കാടത്തെന്ന് പറയാൻ കഴിയാത്തത് അതിനുള്ള കാരണം നമ്മളിപ്പോ അവരെ ആയിപ്പോയി. ചിന്ത കൊണ്ട് വിശ്വാസം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടാ. ഇല്ലെങ്കിൽ നമ്മൾ പറയും ഈ കട്ടവന്റെ കൈ വെട്ടാതിരിക്കുന്നത് എത്ര വലിയ അത്ഭുതമാണ്. അങ്ങനെയാണ്.
ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു സ്വഹാബികളെ പറ്റി പഠിച്ചപ്പോൾ താബിഈങ്ങളോട് പറഞ്ഞു, ഞാൻ സ്വഹാബികളെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, ഇന്നത്തെ നമ്മളെയൊക്കെ സ്വഹാബികൾ കണ്ടിരുന്നെങ്കിൽ സ്വഹാബികൾ ശൈത്താന്മാരാണ് എന്നാണ് നമ്മളെ പറ്റി പറയാ. അവരെ നമ്മൾ കാണുകയാണെങ്കിൽ അവരെ പറ്റി നമ്മൾ പറയാ അവർ ശൈത്താന്മാരാണ് നമ്മൾ പറയും. അതായത് നമ്മുടെ ചിന്ത അവരുടെ ചിന്തയുമല്ല, അവരുടെ ചിന്ത നമ്മുടെ ചിന്തയുമല്ല എന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു. അതൊരു വലിയ വാക്കാണ് പറഞ്ഞത്, ഗൗരവം. അപ്പോൾ മുഅ്മിനീങ്ങളെ, മനുഷ്യർ ഇവിടെ വെറുതെ വന്നതല്ല. മനുഷ്യന്റെ ലക്ഷ്യം സുഖവും ആസ്വാദനവും അല്ല, ഒരിക്കലുമല്ല. രണ്ടാൾക്ക് രണ്ട് തരം വിജ്ഞാനാണ്. ആത്മീയ വിജ്ഞാനവാദിയാണ് സയ്യിദ്ന ആദം. പിന്നെ ശാരീരിക വിജ്ഞാനം വേണ്ടേന്ന് ഉണ്ട്, അതത്രേ ഉണ്ട്, വേണ്ടെന്നല്ല, ഉണ്ട്. അതിനൊരു പരിധിയുണ്ട്, അതിനൊരു പരിധിയുണ്ട്, അത്രേ ഉള്ളൂ. ഭൂമിയിൽ വളരെ ശരീരത്തിന്റെ ഭക്ഷണത്തിന് പരിധിയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നിങ്ങളിപ്പോ ശരീരത്തിന്റെ ഭക്ഷണത്തിന് വിലക്കേർപ്പെട്ടവരാ. ലോകത്തിന്നെങ്കിലും എവിടെയെങ്കിലും ആത്മാവിന്റെ ഭക്ഷണത്തിന് ഒരു വിലക്കേർപ്പെടുത്തിയോ? അതാണ് ആദമും ഇബ്ലീസും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് സാധനത്തിന് ഭക്ഷണം വേണം, ആത്മാവിനും ഭക്ഷണം വേണം, ശരീരത്തിന് ഭക്ഷണം വേണം. ആത്മാവിന്റെ ഭക്ഷണമാണ് വിജ്ഞാനം, ശരീരത്തിന്റെ ഭക്ഷണമാണ് ഉരുട്ടിക്കുഴച്ച് തിന്നുന്നത്. ഉരുട്ടിക്കുഴക്കുന്നതിന് കൊല്ലത്തിൽ ഒരു മാസത്തിൽ നിയന്ത്രണമുണ്ട്. ആത്മാവിന്റെ വിജ്ഞാനത്തിൽ ഭക്ഷണത്തിന് നിയന്ത്രണമില്ല. അതെത്ര കൂട്ടിയോ അത്രയും കഴിക്കാം, അത്രയും നേടാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കുണ്ടോറുമേറിടും മെന്മ നൽകും മഹൽ ഗുണം, വിദ്യ തന്നെ മഹാധനം. അപ്പോൾ പിന്നെ എന്തായി? വിജ്ഞാനത്തിന്റെ കൺസെപ്റ്റിൽ തന്നെ രണ്ട് കാഴ്ചപ്പാട് വരും. വിജ്ഞാനം എന്താണ്? വിജ്ഞാനത്തിന് മൂല്യം കൂടിയ വിജ്ഞാനമുണ്ട്. മൂല്യം അതെങ്ങനെയാ മനസ്സിലാക്കുക? ആത്മീയമായ പരിപോഷണത്തിന് ഉപകരിക്കുന്ന വിജ്ഞാനത്തിനാണ് മൂല്യം ഉണ്ടാകുക. അതാണ് പ്രവാചക വിജ്ഞാനം. ശാരീരികമായ സുഖസൗഖ്യങ്ങളുടെ പിന്നാലുള്ള വിജ്ഞാനമാണ് പടിഞ്ഞാറൻ വിജ്ഞാനം. അതിന് വില കുറവാണ്. അത് ഖുർആനിലില്ലേ? ഖുർആൻ അതത്ര പ്രധാനമായി പറഞ്ഞിട്ടൊന്നുമില്ല. ഖുർആന് ശാസ്ത്രമല്ലേ? ഖുർആൻ ശാസ്ത്രത്തിന് വേണ്ടി പറഞ്ഞ ഗ്രന്ഥമല്ല. ഖുർആൻ ആത്മാവിനെ പോഷിപ്പിക്കാൻ വേണ്ടി ശാസ്ത്രത്തെ പറഞ്ഞേ ഉള്ളൂ. ഖുർആൻ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല. ശാസ്ത്രമില്ലേ? ഉണ്ട്, ഇല്ലാത്തൊന്നുമില്ല. ചിന്തിക്കണം. ഖുർആനിൽ ശാസ്ത്രം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അത് ശാസ്ത്രത്തിന് വേണ്ടിയല്ല, ആത്മാവിന് വേണ്ടിയാണ്. അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. പടിഞ്ഞാറൻ വിജ്ഞാനത്തിൽ വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചക വിജ്ഞാനത്തിലും വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വ്യത്യാസം, അവിടെ വെള്ളവും ജീവനുമാണ് പ്രൊജക്ട് ചെയ്തത്. ഇവിടെ പ്രൊജക്ട് ചെയ്തത് ഉണ്ടാക്കിയവനാണ്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. പടിഞ്ഞാറുകാർ വെള്ളത്തിൽ നിന്ന് ജീവൻ ഉണ്ടായിന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരാണ് ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ടില്ല. മുന്നിൽ പറഞ്ഞിട്ടില്ല, ബാക്കിൽ പറഞ്ഞിട്ടില്ല. ഇവിടെയോ പറഞ്ഞു എന്ന് മാത്രമല്ല, ആദ്യത്തെ ആയത്തിന്റെ ഭാഗം വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. ഇതിന്ന് പടിഞ്ഞാറുകാർ എന്ത് ചെയ്തു? പടിഞ്ഞാറുകാര് നല്ല ഒരു സാധനം വെച്ചിട്ട് ഇങ്ങോട്ട് അരിച്ചെടുത്തിട്ട് അതില് ഉള്ള അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ ഇങ്ങനെ എടുത്തു. വെള്ളം, ജീവൻ. അതുണ്ടാക്കി തന്ന ആളെ വലിച്ചണ്ട് എറിഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനത്തെ ഒരാളില്ല ലോകത്ത് എന്നാണ് പറഞ്ഞു. അങ്ങനത്തെ ഒരാളില്ല, പടച്ചോൻ എന്നൊരാളില്ല തന്നെ. രണ്ട് കാര്യമാണ് ചെയ്തത്. ഒന്ന്, പടിഞ്ഞാറുകാർ പച്ചക്കള്ളന്മാരാണ്. വെള്ളത്തിന് ജീവനുണ്ടായി എന്ന് 18-ാം നൂറ്റാണ്ടിലാണ് കണ്ടുപിടിച്ചത്. അതെങ്ങനെയാണ് 18-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കുക? ഇത് ആട് മേച്ച് നടന്ന മനുഷ്യന്റെ വയിലൂടെ അള്ളാഹു കൊടുത്തതാ. സയ്യിദുനാ മുഹമ്മദ് ഇല്ലേ? അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. വെള്ളത്തിൽ നിന്ന് അള്ളാഹു ആണ് ജീവനെ ഉണ്ടാക്കിയത്. വെള്ളമൊന്നുമല്ല, അത് പരിഭാഷ പറയുമ്പോ അങ്ങനെ പോയതാ. അല്ലാഹു വല്ലാഹു ഖലഖ, അല്ലാഹു ഉണ്ടാക്കി, കുല്ല ദാബ, എല്ലാ ജീവികളെയും, മിമ്മാഇൻ, വെള്ളത്തിൽ നിന്ന്. പ്രൊജക്ട് ചെയ്തത് അള്ളാനെയും സൃഷ്ടിപ്പിനെയാണ്. വല്ലാഹു ഖലഖ എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ദാബത്ത് മാ എന്ന് പറഞ്ഞത്. ചിന്തിക്ക്, അള്ളാഹു ആണ് ഉണ്ടാക്കിയത്. അവിടെ പ്രൊജക്ട് ചെയ്യുന്നത് ഇതാണ്. പ്രവാചക വിജ്ഞാനത്തിൽ ശാസ്ത്രമല്ലേ? ഉണ്ട്. അത് ശാസ്ത്രത്തിന് വേണ്ടിയുള്ള ശാസ്ത്രമല്ല, അത് മനുഷ്യന്റെ ആത്മീയ ഔന്നത്യത്തിന് വേണ്ടിയുള്ള ശാസ്ത്രമാണ്. എല്ലാ ശാസ്ത്രമുണ്ട്, പക്ഷെ അത് ശാസ്ത്രീയ ഗ്രന്ഥമല്ല. അത് പറയാനല്ല. ഇവിടെ അല്ലാത്ത ശാസ്ത്രമുണ്ട്. ഉദാഹരണം പറയാം, സെക്കൻഡിനെ വിഭജിക്കാമെന്ന് 20-ാം നൂറ്റാണ്ടിലാണ് മനുഷ്യൻ കണ്ടുപിടിക്കുന്നത്. സെക്കൻഡിനെ വിഭജിക്കാമെന്ന്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നത് സമയത്തിന്റെ അവസാനത്തെ അളവ് സെക്കൻഡാണെന്നാണ്. ഇന്ന് വിഭജിച്ചിട്ടുണ്ട് മൈക്രോ സെക്കൻഡ്. ഈ മൈക്രോ സെക്കൻഡിന്റെ ലോകത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചക സന്ദേശം. പക്ഷെ അത് അള്ളാന്റെ വലുപ്പത്തിനെ പറയാൻ വേണ്ടിയാണ്.
ഖലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അനാ അതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക്. കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആയിരക്കണക്കിന് മൈലുകൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ബൽഖീസിന്റെ സിംഹാസനം കൊണ്ടുവരാമെന്ന് സാധുവായ ഒരു പണ്ഡിതൻ സുലൈമാന്റെ ദർബാറിൽ പറഞ്ഞു അലൈഹിസ്സലാത്തു വസ്സലാം. ചിന്തിക്കും അങ്ങനെയാണ്. വളരെ അതിലൊരു മെറ്റീരിയലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ മെറ്റീരിയലിസ്റ്റ് നിരാകരിക്കുന്നു. ഇഫ്രീത്ത് മെറ്റീരിയലിസ്റ്റാണ്. ഇത് ആത്മീയവാദിയാണ്. അവിടെ തന്നെ നിങ്ങൾ കണ്ടോളൂ. ആരാണ് അവളുടെ സിംഹാസനം പെട്ടെന്ന് ഇവിടെ എത്തിക്കുക? അപ്പോൾ മെറ്റീരിയലിസ്റ്റ് എണീറ്റു. മെറ്റീരിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജംബവാൻ എണീറ്റു. നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഫറോക്കിലൊക്കെ പോകുമ്പോ കാണാം, എന്താ പറയാ, പിന്നെ അല്ലാമ മാർബിൾസിന്റെ ഒക്കെ പരസ്യത്തിൽ കാണാം ഒരു ശൈത്താൻ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരാള്. അത് ഞാൻ ഇവരിത്തിനെ പറ്റി പറയല്ല, പറഞ്ഞിട്ടില്ല എന്നല്ല, പറഞ്ഞൊന്നുമല്ല. അങ്ങനെ ആൾക്കാർ അയാളെ ശക്തിയാണ് അയാൾ പ്രൊജക്ട് ചെയ്യുന്നത്. മെറ്റീരിയലിസ്റ്റാ, എന്റെ കഴിവാണ് പറഞ്ഞത്. മുസ്ലിമാൻ നബിക്ക് മെറ്റീരിയലിസ്റ്റിനെ വേണ്ട, ആത്മവാദിയെ മതി. ശാരീരികമായ കുവ്വത്ത് എന്ന് പറഞ്ഞാൽ ആത്മീയവാദിക്ക് ഇല്ലെന്ന്. കാരണം ഏറ്റവും വലിയ കുവ്വത്തുള്ള ആള് ഇബ്നു മസ്ഊദാ. ഇബ്നു മസ്ഊദ് കാറ്റടിച്ച വീണു, തീരെ തടിയില്ല. ആ ഇബ്നു മസ്ഊദിന്റെ കാലിന്റെ വണ്ണക്കുറവ് കണ്ടപ്പോ സഹാബികൾ ഇത്ര ചെറിയ കാലുകൊണ്ട് എങ്ങനെ മനുഷ്യൻ ജീവിച്ചു പോകണം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു വല്ലദീ നഫ്സി ബിയദിഹി ലഹുമാ ഫിൽ മീസാനി അസ്ഖലു മിൻ ഉഹുദിൻ എന്ന് പറഞ്ഞു. ഈ മനുഷ്യന്റെ കാല് ഇവിടെ നിങ്ങൾക്ക് ഭാരമില്ലാതിരിക്കാം, അള്ളാന്റെ കോടതിയിൽ തൂക്കിയാൽ ഇത് ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടാകും എന്ന് പുണ്യ നബി പറഞ്ഞു. അതാണ് ആത്മീയവാദി. ഇവിടെ ഒരു കനം ഉണ്ടാവില്ല, അവിടെയാണ്. അതൊക്കെ എടുത്തു കൊണ്ടുവരാനും ഇങ്ങനെ വായിലൂടെ പറന്നത് കൊണ്ടുവരാനുമുള്ള സൗകര്യമൊക്കെ എനിക്കുണ്ട്. നമ്മളെ എന്താ പറയാ, ABT വണ്ടിയുടെ പുറത്ത് ഹനുമാൻ ലംഘ്യം കൊണ്ടുവരുന്നതിന്റെ ഒരു പ്രാകൃത, അതിന്റെ മറ്റൊരു ശൈലിയാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ കൊണ്ടുവരാം. അത് മെറ്റീരിയലിസാണ്. ഹനുമാൻ മെറ്റീരിയലിസത്തെ കാണിക്കാം. അത് മെറ്റീരിയലിസാണ്. പക്ഷെ അങ്ങനെയല്ല, പോകുന്ന പ്രശ്നമല്ല. ഖുർആൻ ഈ പറഞ്ഞത് ഹനുമാൻ ലങ്കയിൽ പോയിട്ട് ലങ്കയും കൊണ്ടുവന്നു, സീത ലങ്കയിൽ ഉണ്ടായിരുന്നു, ലങ്ക ഇങ്ങനെ കൊണ്ടുവരാ. ഇത് പോകണേയല്ല, പറന്നു വരുന്ന പ്രശ്നം. അത് കുവ്വത്താ. ഇവ ഇനി അലയില്ല കവി. അപ്പോൾ ആത്മീയവാദി ഉണ്ടായിരുന്നു. ആത്മീയവാദിക്ക് എവിടുന്നായി കഴിവ് കിട്ടുക? ഉദാത്തമായ അള്ളാഹുവിന്റെ സന്ദേശത്തിൽ നിന്നാണ്. കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഇവിടെ ഇരുന്നിട്ട് തന്നെ ഞാൻ എത്തിക്കാം എന്ന് ആത്മീയവാദി പറഞ്ഞു. എന്നാ കൊണ്ടുവാ എന്ന് സുലൈമാൻ പറഞ്ഞില്ല. അതിനൊന്നും ഇവിടെ നേരല്ല. കണ്ണ് ചിമ്മി തുറക്കണം, മൈക്രോ സെക്കൻഡിന്റെ ഉള്ളിൽ കൊണ്ടുവരും. കാരണം കണ്ണ് ചിമ്മി തുറക്കാൻ സെക്കൻഡ് മതി. അതിന്റെയും മുമ്പുള്ള മൈക്രോ സെക്കൻഡ് കൊണ്ട് പണിയെടുക്കാം എന്ന്. മൈക്രോ സെക്കൻഡിനെ കുറിച്ച് 20-ാം നൂറ്റാണ്ടിലാണ് മനുഷ്യൻ കണ്ടുപിടിച്ചതെങ്കിൽ ഇത് BC 923 സുലൈമാൻ നബി മരിക്കുന്നത്. അതിന് മുമ്പ് നടന്ന സംഭവം. BC 923 സയ്യിദ്നാ സുലൈമാൻ വഫാത്താകുന്നത് അലൈഹിസ്സലാം. അതിന് മുമ്പ് നടന്ന സംഭവമാണത്. അപ്പൊ 3000 കൊല്ലം മുമ്പാണ് പറയുന്നത്. നമ്മൾ 10 കൊല്ലം മുമ്പാണ് മൈക്രോ സെക്കൻഡിനെ പറ്റി കേട്ടത്. ആത്മീയവാദികളെ കയ്യിൽ ശാസ്ത്രത്തെക്കാൾ വലിയ ശാസ്ത്രം ഉണ്ടെന്ന് പറയാനാണ്. പക്ഷെ ആ ശാസ്ത്രമോ അത് അവരുടെ പൊലിമയും മെറ്റീരിയലുകളുടെ കളക്ഷന് വേണ്ടിയല്ല അവർ ഉപയോഗപ്പെടുത്തുക. ഇനി ഇത് കഴിഞ്ഞപ്പോഴോ പൊലിമയിൽ നിങ്ങൾ അടുത്ത ആയത്തിനെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അടുത്ത ഈ ആയത്തിന്റെ ബാക്കി അങ്ങനെയാ. قال الذي عنده علم من الكتاب أنا أتيك به قبل أن يرتد إليك طرفك. കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ലോകത്തെ അതിവിശിഷ്ടമായ സിംഹാസനം ഞൊടിയിട സുലൈമാന്റെ മുന്നിലെത്തിയപ്പോൾ അതിന്റെ കോമേതകത്തിന്റെ ചൊർക്ക് നോക്കുകയല്ല സുലൈമാൻ, അതിന്റെ പുഷ്യരാഗത്തിന്റെ വർണ്ണഭംഗി നോക്കുകയല്ല സുലൈമാൻ. ഓഹോ, ഞാൻ എത്ര കാലായി ഈ സിംഹാസനം ഒന്ന് കാണാൻ കൊതിച്ചിട്ട്. എന്ത് ചൊർക്കാണ്, എന്ത് ഭംഗിയാണ് എന്ന് നോക്കുകയല്ല സുലൈമാൻ. ഉടനെ സുജൂദിൽ വീണു. അവിടെയാ ചിന്തിക്കേണ്ടത്. അവിടെയാണ് ആത്മീയവാദിയും മെറ്റീരിയലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ആത്മീയവാദി മെറ്റീരിയൽ ഉപയോഗിക്കും, പക്ഷെ ലക്ഷ്യം എപ്പോഴും അല്ലായിരിക്കും. മെറ്റീരിയലിസ്റ്റോ മെറ്റീരിയലിനപ്പുറം ഒരു കാര്യവും കാണുന്നില്ല.
فلما رآه مستقرا عنده قال هذا من فضل ربي. സയ്യിദുനാ സുലൈമാൻ. ഇതാണ് പടിഞ്ഞാറ് തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നുമില്ല. അവിടെയാണ് കവികൾ നമ്മളെ പറ്റി വേദന കൊള്ളുന്നത്. വീശും കഅബയെ വിട്ടു മുഖങ്ങൾ തിരിക്കുകയായി, പാരീസ് ലണ്ടൻ മോസ്കോ പുരികളെ ലക്ഷ്യം വെക്കുകയായി. മലയാള കവിയുടെ കവിതയാണ്, അതൊരു വാക്കാണ്. വറൊളി വീശ്. സത്യത്തിൽ സാധനങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്? പടിഞ്ഞാറാണ്. വറൊളി വീശും കഅബയെ വിട്ടു മുഖങ്ങൾ തിരിക്കുകയായി, പാരീസ് ലണ്ടൻ മോസ്കോ പുരികളെ ലക്ഷ്യം വെക്കുകയായി എന്നൊരു കവി പറയുന്നുണ്ട്. നമ്മൾ ആ ഒരു ആത്മീയ സന്ദേശത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഒരു മെറ്റീരിയലിസ്റ്റുകളായി നമ്മളും ചമയാൻ തുടങ്ങി. ഇവിടെയാണ് നമുക്ക് ചിന്തിക്ക്. ഇവിടെ എല്ലാം വന്നിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്റെ കുട്ടിക്ക് ഒരു പാരഗ്രാഫ് അറബി ഇംഗ്ലീഷ് വായിച്ച് അർത്ഥം വെക്കാൻ പറയുന്ന ബാപ്പമാര് ഉണ്ടെങ്കിൽ എണീക്കുമെന്ന് പറഞ്ഞാൽ ഈ സദസ്സിലെ ഒരു 90% ബാപ്പമാരും എണീക്കും. എന്റെ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് പറഞ്ഞയച്ചു, എന്റെ കുട്ടിക്ക് മര്യാദക്ക് തപ്പിത്തടയത് വീട്ടില് ഇന്ത്യൻ എക്സ്പ്രസ് വരുന്നുണ്ട്, ഹിന്ദു വരുന്നുണ്ട്, അതൊക്കെ നേരിട്ട് നോക്കിയിട്ട് തന്നെ അർത്ഥം പറയാൻ എന്റെ കുട്ടിക്ക് കഴിയും എന്ന് പറയാൻ ഇഷ്ടം പോലെ ബാപ്പമാരി കൊടുത്തിട്ടുണ്ട്. നാട്ടിലെ നല്ല മനുഷ്യന്മാരാണല്ലോ സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് പറയും പോലെ. ഇപ്പോൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന, ഈ ലോകത്തെ ഈ ഏരിയയിൽ ജീവിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യന്മാരാണല്ലോ നിങ്ങളെ കാര്യം പറയാം. നിങ്ങളെന്ന് പറയാൻ കാരണം എനിക്ക് അങ്ങനെ പഠിക്കാൻ പറഞ്ഞേക്കാൻ മാത്രമുള്ള കുട്ടികൾ ഇല്ലാത്തതുകൊണ്ടാണ്. എന്റെ കുട്ടിക്ക് ഒരു ഇംഗ്ലീഷ് ഒരു പാരഗ്രാഫ് വായിച്ച് അർത്ഥം വെക്കാൻ കഴിയുമെന്ന് പറഞ്ഞാല് അതിന് എണീക്കൂന്ന് പറഞ്ഞാല് ഇപ്പോൾ എണീക്കും. ഒരു 90% ആളുകൾ. ഒരു പാരഗ്രാഫ് വേണ്ട, ഒരു വരി, ഒരൊറ്റ വരി, ഒരു വരി അറബി വായിച്ചിട്ട് തെർക്കി പടക്കം അർത്ഥം വെക്കാൻ കഴിയുന്ന മക്കളുള്ള ബാപ്പമാര് എണീക്കുമെന്ന് പറഞ്ഞാൽ 10 എണീക്കും. മുസ്ലിംമാര് പോലും ഇത് പഠിച്ചതിന്റെ പേരിൽ നമ്മൾ കുഴങ്ങി എന്ന് ചിന്തിക്കുന്ന കാലത്താണ് നമ്മൾ. ഒന്നും വിചാരിക്കരുത്, ഞാൻ അറിയാതെ ചില സംഗതികളും ഇങ്ങനെ അറിയാതെ പറയരുതെന്ന് വിചാരിക്കും, പിന്നെ പറഞ്ഞു. അങ്ങനത്തെ ഒരു ലോകത്തപ്പം നമ്മൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അത്രേ ഉള്ളൂ. ഒരു ഭിക്ഷക്കാരൻ ഒരു തെണ്ടി മറ്റേ തെണ്ടിയെ കണ്ടപ്പോൾ ഒരു ഫലിതമുണ്ട്. ഒരു തെണ്ടി മറ്റേ തെണ്ടിയെ കണ്ടപ്പോൾ ഇങ്ങനെ പണം എണ്ണി വൈകുന്നേരം വരെ രണ്ടാളും തെണ്ടിപ്പോയി ഇങ്ങനെ ഭിക്ഷാചനം നടത്തി. വൈകുന്നേരം ഇങ്ങനെ ഒരു പീഡിക തിണ്ണയിൽ 2 തെണ്ടികൾ ഒരേ സമയത്ത് ഒരുമിച്ച് കൂടി. അപ്പോ എന്താ കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എണ്ണി നോക്കി കണക്കാക്കിയതിന്റെ ഇടയിൽ കിട്ടിയതോടായി എന്ന് പറഞ്ഞിട്ട് ഒരു തെണ്ടി മറ്റേ തെണ്ടിയോട് പറഞ്ഞത്ര ഈ പണി കൂടി പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആകെ തെണ്ടിപ്പോയിരുന്നു. അത് അങ്ങനെ നമുക്ക് അവിടെയാണ് ഇപ്പൊ നമ്മൾ മതം പഠിച്ചവരെത്തിയതോന്ന് ഒന്നും വിചാരിക്കരുത്. ഈ പണി കൂടി പഠിച്ചല്ലേ നമ്മൾ ആകെ തെണ്ടിപ്പോയിരുന്നു എന്നുള്ളിടത്താണ് മതം പഠിച്ചവർ തന്നെ എത്തിയതോ. നമ്മളെ വാപ്പമാര് നമ്മളെ കലക്ടർ ആക്കിയില്ലല്ലോ, നമ്മളെ വാപ്പമാര് നമ്മളെ വലിയ എഞ്ചിനീയർ ആക്കിയില്ലല്ലോ. നമ്മളിപ്പോ ഈ തണ്ണിമുക്കറിയോ അതിന്റെ അപ്പുറത്തേക്കുള്ളവരോ അല്ല ആയിപ്പോയത് എന്നതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അപകർഷതാബോധമുള്ളവരാണ് ഇന്നത്തെ മുസ്ലിം മതം പഠിച്ച ആളുകൾ എന്ന് പറയാനുള്ള ഒരു അനുവാദവും സ്വാതന്ത്ര്യവും തൽക്കാലം നിങ്ങൾ എനിക്ക് തരേണ്ടതാണ്. അത് സത്യമാണ്. കാരണം എന്താണെന്നറിയോ, അവരെ മക്കൾ എനിക്കറിയാം. എനിക്ക് പല ആളുകൾ ഇങ്ങോട്ട് വന്ന് പറയാറുണ്ട്, മോൻ എൻട്രൻസിന് എഴുതുന്നുണ്ട്, വിജയിക്കാൻ വേണ്ടി വരക്കണേ എന്ന് പറയുന്നത് ധാരാളം മാപ്പന്മാരുണ്ട്. മകൻ PC തോമസിന്റെ അടുത്തേക്ക് പഠിക്കാൻ പോയിരിക്കുകയാണ്, അതുകൊണ്ട് എൻട്രൻസിന് കോച്ചിങ്ങിലാണ് വരക്കണേ എന്ന് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാർ എന്നോട് നേരിട്ട് പറയാറുണ്ട്. അനവധി. അതാണ് വാറൊളി വീശും കഅബയെ വിട്ടു മുഖങ്ങൾ തിരിക്കുകയായി, പാരീസ് ലണ്ടൻ മോസ്കോ പുരികളെ ലക്ഷ്യം വെക്കുകയായി എന്ന് പറഞ്ഞത്. നമ്മൾ പഠിച്ചതിൽ നമുക്ക് പറ്റിപ്പോയോൻ തോന്നിപ്പോവാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാം നമ്മളെ കയ്യിലുണ്ട് നമ്മൾ പറയുമ്പോഴും മരിച്ചെടുത്ത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നമ്മൾ ഖുർആന്റെ മഹത്വം കാണുന്നത് മരിച്ചെടുത്ത് ഓടാം എന്നതുകൊണ്ട് മാത്രമാണ്. അത് വളരെ നല്ല പരിപാടിയുമാണ്, അത് വേറെ വലിയ കാര്യം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണില്ല. ഇത്ര വലിയൊരു സംഗതി അങ്ങനെയാണ്. നോക്കണേ, അത് വലിയൊരു സത്യമാണല്ലോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ആരും ഒന്നും തോന്നരുത്. ഉദാഹരണം പറയാം, നമ്മള് ഇസ്ലാമിന്റെ മഹത്വമായി പറയുന്ന ചില പ്രസംഗങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇതാ മുഹമ്മദ് നബി മഹാനാണെന്ന് ബർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്. ഓഹോ, ആ ബർണാഡ് ഷാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി മഹാനാണ്. ഓഹോ, ഇത് നമ്മൾ പറയാ. അപ്പോൾ മുഹമ്മദ് നബിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടവൻ ആരാണ്? ബർണാഡ് ഷാ. എന്തുകൊണ്ട്? നമ്മുടെ മാനസിക കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ആളുകൾ ഈ പടിഞ്ഞാറുകാരാണ്. ഇതിന്ന് ഉദ്ധരിക്കാത്ത പുതിയ നിന്റെ താഴെയുള്ള, നിന്റെ ഏജിലോ നിന്റെ താഴെയുള്ള മുസ്ലിം ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ ഇത് ഉദ്ധരിക്കാത്തൊരു സമയമല്ല.
ആരടാ ഈ ബർണാഡ് ഷാ? ആരടാ ഇവൻ എന്ത് മുഹമ്മദ് നബിയെ പറ്റി പറയാൻ അധികാരം? ആരടാ ഈ ബർണാഡ് ഷാ? ആരടാ ഗോളിയാത്ത്? ആരടാ തോമസ് കാർലൈൻ? ആരടാ WH വാട്സ്? ആരടാ ഫിലിപ്പ് ഹിറ്റി? ആരാണ് അവരൊക്കെ? അവര് പറഞ്ഞാലോ മുഹമ്മദ് നബി മഹാനാണ്. അങ്ങനെയാണ്. ദി ഹൺഡ്രഡ്സ് എന്ന പുസ്തകത്തിൽ 100 മഹാന്മാരെ രേഖപ്പെടുത്തിയപ്പോൾ ഇന്നാലിന്ന മൂത്രച്ചാൽ മനോരം ചെയ്യാത്ത ഇംഗ്ലീഷുകാരൻ ആദ്യം രേഖപ്പെടുത്തിയത് മുഹമ്മദ് നബി. ഓഹോ എന്ന മുഹമ്മദ് നബി മഹാനാണ്. ഓക്കെ, തീരുമാനിച്ചു. അതുകൊണ്ട് മുഹമ്മദ് നബി മഹാനാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. അനുവാദകൻ വീരാൻകുട്ടി, അവതാരകൻ അവറാൻകുട്ടി. അല്ലാഹു അക്ബർ. ഇതെന്ത് കഥയാ? ഈ മൂത്രച്ച് മനോരിക്കാത്തവരാണ് മുഹമ്മദ് നബിക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത്? അവൻ എന്ത് പറഞ്ഞാലും അവനാണ് അള്ളാന്റെ ദീൻ സ്വീകരിക്കാട്ടെ. അവനെന്ത് പറയാൻ എന്താ അറിയാണ്ടത്? ഇത് തന്നെ ഇതാണ്. അപ്പൊ മതം നമ്മുടെ അടുത്ത് മഹത്വവൽക്കരിക്കപ്പെടുമ്പോഴും എന്നതും ഇംഗ്ലീഷുകാർ പറയുമ്പോഴാണ്. ഒരു അമേരിക്കൻ ചിന്തകൻ മുസ്ലിമായിട്ട് ഏഷ്യയിൽ വന്ന് പഠിച്ചപ്പോൾ അദ്ദേഹം തന്റെ ഒരു കമന്റ് പാസാക്കി, നിങ്ങൾ അറബ് സമൂഹത്തിൽ ഇസ്ലാം കമ്മിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഒരു അമേരിക്കക്കാരനെ വാടകെടുക്കുക. അമേരിക്കക്കാരനെ വാടകെടുത്തിട്ട് ആ അമേരിക്കാരൻ അറബ് രാജ്യങ്ങളിൽ വന്നിട്ട് വാദോരാതെ പ്രസംഗിക്കുക, ഇസ്ലാം മഹത്വപ്പെട്ട സംസ്കാരമാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ അറബ് സമൂഹം തയ്യാറാകും എന്ന് പറഞ്ഞു. അതായത് അവര് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണം. അത് വസ്വാസാണ്. ഇതാണ് വസ്വാസ്. ബർണാഡ് ഷാ നമ്മളെ പ്രസംഗത്തിൽ ഇടക്കിടക്ക് കയറി വരിക എന്നത് ഏറ്റവും വലിയ വസ്വാസിന്റെ ഭാഗം. ആരടാ ഈ ബർണാഡ് ഷാ? ഇത് നമ്മളെ വസ്വാസിന്റെ ഭാഗമാണ്. ഇതൊരു വസ്വാസാണ്. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. വിചാരിച്ചാലും ഞാൻ അതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വാക്കിൽ പഴച്ചു നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. ആരടാ ബർണാഡ് ഷാ എന്ന് പറയുന്നിടത്ത് തന്നെയാണ് എന്റെ മനസ്സുള്ളത്. ആരടാ ഈ ബർണാഡ് ഷാ? ആരടാ ഈ ഫിലിപ്പ് ഹിറ്റി? ആരടാ തോമസ് കാർലൈൻ? തമ്മാടികൾ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ജനാപത്തിൽ കുളിക്കാത്തവൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലെത്തി പറയാത്തവൻ, ഇന്നമൽ മുശ്രികൂന നജസുൻ. മാനക്കേട്. അതെന്തിനാ നമ്മൾ പറയേണ്ട ആവശ്യം? അതൊരു ഡിബേറ്റിന്റെ വേദിയിൽ പറയാവുന്നതാണ്. നമ്മളെ പള്ളിയിലെ പ്രസംഗത്തിൽ നമ്മളെ ഒരു തഖ്വയുടെ സതുപദേശത്തിന്റെ ഒരു വേദിയിൽ എന്തിനാണ് ഇവരൊക്കെ ഉദ്ധരിക്കേണ്ട ആവശ്യം? അത് ഈ അടുത്ത കാലഘട്ടത്തിൽ എന്നെപ്പോലത്തെ ചെറുപ്പക്കാർക്ക് വന്നു പോയ വിശ്വാസം, അതിന്റെ പിന്നിലും ഈ മെറ്റീരിയൽസാണ്. പടിഞ്ഞാറൻ നാഗരികത നമ്മളെ സ്വാധീനിച്ചതാണ്. ഒക്കെ പടിഞ്ഞാറിന്റെ ദൗർബല്യങ്ങൾ, നമ്മുടെ ശീലങ്ങൾ ഇതൊക്കെ തന്നെയാണത്. അവരാണ് ശരി, അവരുടേതാ എന്ന അവരത്ര തന്നെയുള്ളൂ. അവൻ നമ്മളെ പറ്റി പറയാൻ വേണ്ടി തൽക്കാലം നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതുമായിരിക്കാം, അത്രയും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവര് മനസ്സിന്റെ തൃപ്തിയാണെങ്കിൽ എന്തുകൊണ്ട് ആ ചോയ്സ് അവർ തെരഞ്ഞെടുത്തില്ല? അത് വലിയ ചൂട്ടിയല്ലേ? അങ്ങനെയാണല്ലോ. അത് UDFന്റെ ഏറ്റവും വലിയ നേതാവ് വൈകുന്നേരം തലേന്ന് വരെ എല്ലാവിധ നിലക്കും എതിർത്തിരുന്ന LDFന്റെ നേതാവ് എതിർക്കുന്നു. ഈ 2 നേതാക്കളെയും പെട്ട ഒരു നേതാവ് ആ രാത്രി മരിച്ചുവെങ്കിൽ പിറ്റേന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ ഞെട്ടിപ്പോയി, നികത്താനാവാത്ത വിടവ് എന്നായിരിക്കും. അതിനത്ര വിലയുള്ളൂ. ഒരുപക്ഷെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചതിലും ഇയാളുടെ സ്വാധീനം ഉണ്ടാവാം. പല കൊലപാതകങ്ങളിലും പലർക്കും സ്വാധീനം ഉണ്ട് എന്നല്ല പിന്നീട് മനസ്സിലായത്. പക്ഷേ ഈ കൊലപാതകം നടന്നതിന്റെ പിറ്റേന്നും വരൊക്കെ ഞെട്ടിപ്പോയി, നികത്താനാവാത്ത വിടവ്, ചരിത്രത്തിന്റെ നഷ്ടം എന്നൊക്കെ പറയും. അതൊക്കെ എന്റെ രീതിയാണ്. എന്നിട്ട് അടുത്ത ആൾ എതിർക്കും. അയാൾ മരിക്കുമ്പോഴും അങ്ങനെ തന്നെ പറയും. അങ്ങനെയാണ്. നമ്മുടെ ഒക്കെ ഒരു പുതിയ രീതിയാണ്. അങ്ങനെയാണ് നമ്മുടെ രീതിയാണ്. മരിച്ചവരാണ് ബഹുമാനിക്കുക, ജീവിച്ച അതൊരു തരം മെറ്റീരിയൽസ് ആണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഖാദിയാവുമ്പോൾ ഖാദിയാവാൻ കൊള്ളില്ല എന്ന് പറഞ്ഞൊരു വാക്കുവാദം പലയിടത്തും കേരളത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഇതിൽ തങ്ങളാണ് മാലികൾ. ആ തങ്ങൾ പറ്റില്ല, നീ ഈ തങ്ങൾ മരിച്ചാൽ അടുത്ത തങ്ങളെ പറ്റി പറയും, ഈ തങ്ങൾ ആരാണെന്ന് പറയും. അതൊരു പുതിയ രീതിയാണ്. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. അതൊക്കെ നമ്മുടെ പുതിയ രീതിയുടെ ഭാഗമാണ്. അതൊക്കെ മെറ്റീരിയൽസ് ആണ്. അതെല്ലാം ഒരു തരം മെറ്റീരിയൽ. അതായത് നിലവിലുള്ള ആളുകളെ എതിർക്കുക, മരിച്ചാൽ പിന്നെ മഹാനാണെന്ന് പറയുക, അത് മെറ്റീരിയൽസ്. അത് കാപ്പട്ടിയാണ്. അതൊരു തരം കാപ്പട്ടിയാണ്. ആ കാപ്പട്യത്തിന് ചക്രം വെച്ചിട്ട് നടക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ഇതിന്റെ ഗൗരവവും ഇതിന്റെ പ്രാധാന്യവും നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും വേണം. മുസ്ലിം സമുദായം ഒരിക്കലും ഇതിന്റെ ഒന്നും പിന്നാലെ പോകരുത്. നമുക്ക് ഉദാത്തമായ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഒരു കാലഘട്ടം വരും, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെ ദുനിയ മസ്റഅത്തുൽ ആഖിറ. അതെമ്പാടും സമ്പാദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് കൃഷിസ്ഥലാണ്, ഇത് ഫീൽഡാണ്, ഇത് അധ്വാനം തന്നെയാണ്. അധ്വാനിക്കുക തന്നെയാണ്. എന്തിനു വേണ്ടി? സന്തോഷിക്കൽ എവിടെയാണ്?
നമ്മളെ കാണുമ്പോ മലക്കുകൾ സലാം പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മലക്കുകളെ നമ്മൾ നേരിട്ട് കാണുക, ആ നേരത്തെ മലക്കുകൾ അസ്സലാമു അലൈക്കും നമ്മളോട് പറയും. അസ്സലാമു അലൈക്കും. എന്തായിരിക്കും അത്? മലക്കുകളെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പക്ഷെ കാണുമ്പോ പ്രോട്ടോകോൾ മലക്കുകൾ ലംഘിക്കും. പ്രോട്ടോകോൾ ലംഘിക്കും മലക്കുകൾ. കടന്നു ചെല്ലുന്നവരോട് നിൽക്കുന്നവര് സലാം പറയും. അത് പ്രോട്ടോകോളിനെതിരാ. പക്ഷെ പ്രോട്ടോകോൾ തെറ്റിക്കും. ആര് തെറ്റിക്കും? മലക്കുകൾ തെറ്റിക്കും. എവിടെ തെറ്റിക്കും? സ്വർഗത്തിന്റെ മുഖത്ത് വെച്ച്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അങ്ങനെ നമ്മളാക്കി തരട്ടെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. നിങ്ങളത് ചിന്തിക്ക്. പ്രോട്ടോകോൾ തെറ്റിക്കും. ആരെറ്റിക്കും? മലക്കുകൾ. നമ്മളല്ല, മലക്കുകൾ പ്രോട്ടോകോൾ തെറ്റിക്കും. സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ മലക്കുകൾ നിൽക്കുകയാവും. അതാണ് നമ്മളെ സന്തോഷം. അതാണ് ഇവിടുത്തെ അധ്വാനത്തിന്റെ സന്തോഷമാണ്. അങ്ങനെയാ ഒരു അധ്വാനത്തിന് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. കുരുക്കുന്ന വെനലോടരാടി കത്തുകാത്തവസാനം ഞങ്ങൾ ഈ ജയം നേടി. എല്ലിനോടവിരാമ മേറ്റുമുട്ടിയ കരിങ് കല്ലുകളെല്ലാം വേർപ്പു നിരുവീണലിഞ്ഞു പോയി. ഉർമയിൽ അധ്വാനത്തിൻ വേദന ചിരിക്കവേ എന്ന് പറയുന്നത്. ഒരു അധ്വാനത്തിനൊരു ചിരിയുണ്ട്. അതിന്റെ അവസാനം അതാണ്. ഉർമയിൽ അധ്വാനത്തിൻ വേദന ചിരിക്കവേ. ഒരു അധ്വാനത്തിനൊരു ചിരിയുണ്ടാവും. അങ്ങനെയാ ഈ അധ്വാനത്തിനൊരു ചിരിയുണ്ട്. അതെവിടെയാ? സ്വർഗത്തിന്റെ മുറ്റത്ത് വെച്ചാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നമുക്ക് ചിരിയല്ല, ഇവിടെ നമുക്ക് ചിരിയുടെ സ്ഥലമല്ല, ഇവിടെ നമുക്ക് ലാഭമല്ല. ലാഭം അവിടെയാണ്. അതാണ് വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. നോക്കൂ നിങ്ങൾ ആ ആയത്ത്, സൂറത്തുൽ സുമർ അവസാന ഭാഗം. എന്തോ ഒരു ആയത്താണത്. മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. കേട്ടോളൂ. അവരവിടെ എത്തുകയും സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വർഗം കാക്കുന്ന മലക്കുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും ത്വയ്ബതും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അവര് സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുക, നമ്മൾ ഇങ്ങനെ വരിക. അപ്പോൾ പ്രോട്ടോകോൾ തെറ്റിക്കും മലക്കുകള്. കാരണം നമുക്ക് അവരെ കാണുന്നതിനേക്കാൾ കൊതി അവർക്ക് നമ്മളെ കാണാനാണ്. സലാമുൻ അലൈക്കും ത്വയ്ബതും ഫദ്ഖുലൂഹാ ഖാലിദീൻ. പ്രോട്ടോകോൾ അനുസരിച്ചാണെങ്കിൽ ചെല്ലുന്ന നമ്മളല്ലേ മലക്കുകളോട് അസ്സലാമു അലൈക്കും പറയേണ്ടത്. മലക്കുകൾ അങ്ങനെയല്ല. നമ്മളെ കാണുമ്പോഴത്തേനും അവർ ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും പറയും. എത്ര കാലം നിങ്ങളെ കാണാൻ കൊതിച്ച് കാത്തു നിൽക്കണം എന്ന് ആത്മീയവാദികളാണ്. ഇതാണ് നമ്മുടെ സന്തോഷം. ഇതിനാണ് ദുനിയാവ് ആഖിറത്തിന്റെ കൃഷിസ്ഥലമാവുന്നു. ഇത് പറയാൻ പടിഞ്ഞാറുകാരന് കഴിയൂല. അവന്റെ ലക്ഷ്യം അതല്ല. അവന്റെ ലക്ഷ്യം മെറ്റീരിയലാണ്. അവന്റെ ലക്ഷ്യം വിഭവങ്ങളാണ്. വിഭവത്തിന്റെ ആധിക്യമാണ്, വിഭവത്തിന്റെ മഹത്വമാണ്. അതനുസരിച്ചാണല്ലോ പേഴ്സണാലിറ്റി നിശ്ചയിക്കുക. അതല്ലേ മിഡിൽ ഈസ്റ്റിൽ ലക്ഷക്കണക്കായ ആളുകളെ ഈ ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ ലക്ഷക്കണക്കായ ആളുകളെ അമേരിക്ക കൊലപ്പെടുത്തിയില്ലേ? വല്ല വിലയുണ്ട്. എന്നാൽ ഒരു അമേരിക്കക്കാരന് ലോകത്തെവിടെയെങ്കിലും ഒരു പോർലേറ്റാലോ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ പാവപ്പെട്ട രാജ്യത്തിന്റെ സന്തതികളാണ്. നമ്മളെ ജീവന് വിലയില്ല. അവർ മുതലാളി രാജ്യത്തിന്റെ സന്തതികളാ, അവരുടെ ജീവന് വിലയുണ്ട്. മനസ്സിലായില്ല? ജീവന് പോലും 2 വില കൊടുത്തത്. ശ്രദ്ധിക്കണം കേട്ടോ. ലക്ഷക്കണക്കായ മനുഷ്യരെ ഈ 992 ശേഷം ലക്ഷക്കണക്കായ മനുഷ്യരെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക കൊന്നില്ലേ? ലക്ഷക്കണക്കിന്. എത്ര ലക്ഷക്കണക്കായ മനുഷ്യരെ കൊലപ്പെടുത്തിയില്ലേ? ലക്ഷക്കണക്കായ പെണ്ണുങ്ങളെ വിധവകളാക്കിയില്ലേ? അല്ലാഹു അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി തരട്ടെ. അല്ലാഹു പരിഹാരം ഉണ്ടാക്കി തരട്ടെ. അവരെ കണ്ണുനീരിനല്ല, അവരെ കണ്ണുനീരിന് ഒരു പ്രാധാന്യവും അമേരിക്ക നൽകിയിട്ടില്ല. അവരുടെ മേനിക്കൊഴുപ്പിനാണ് പിന്നെയും പ്രാധാന്യം. ആ മേനിക്കൊഴുപ്പ് കൊണ്ട് അവരുടെ പട്ടാളത്തെ സന്തോഷിപ്പിക്കാൻ അവർക്ക് കഴിയും. അവിടെയും മെറ്റീരിയൽസ് ആണ്. അവരുടെ മനസ്സിന്റെ വേട്ട അത് അമേരിക്ക കാണൂല. അങ്ങനത്തെ ഒരു വേദനയില്ല, അതില്ല. അമേരിക്കയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ക്രൈസിസ് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സമ്പത്ത് പോവുക എന്നുള്ളതാണ് പ്രശ്നം. ലോകത്തെ അമേരിക്കക്കാരുടെ പേഴ്സണാലിറ്റിക്ക് സമുന്നതമായ വിലയാണുള്ളത്.
അതുകൊണ്ടാണല്ലോ നമ്മൾ ഏറ്റവും നല്ല നാട്ടുകാരായിട്ടും നമ്മളെ ചില ആളുകൾ കാനഡയിലും അമേരിക്കയിലും സിറ്റിസൺ എടുക്കുക. ഇവിടുന്ന് നല്ല കഴിവുള്ള ആളുകൾ അവിടെ പോയിട്ട് സിറ്റിസൺ എടുക്കും, അവിടുത്തുകാരായി മാറും. അതിന് വിലയുണ്ട്. എല്ലാവിധ സൗകര്യമുള്ള മണ്ണാണ് കേരളം. ഇത് അള്ളാന്റെ സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹു ഈ മഹത്വം നിലനിർത്തി തരട്ടെ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ പോയിട്ടാണ്. കാരണം അതിനാ വിലയുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, മനുഷ്യന് അവർ കാണുന്ന വില പോലും പണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിലയാണ്. അല്ലാതെ കണ്ണുനീരിന് വിലയില്ല, വേദനക്കും വ്യഥക്കും വിലയില്ല. എത്ര പെണ്ണുങ്ങൾ, എത്ര കുട്ടികളെ ചവിട്ടി മെതിക്കപ്പെട്ടു, കൊലപ്പെടുത്തി, കണ്ണുനീർ വീണു. പാവപ്പെട്ട 2 പെണ്ണുങ്ങൾ ഖൈബറിൽ യുദ്ധക്കളത്തിൽ ഇരുന്ന് കരയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി വേപതുകൊണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൂടെ നടന്നു വന്ന ബിലാലിനെ ശകാരിക്കുകയും ചെയ്തു. അനസഅത റഹ്മത മിൻക യാ ബിലാൽ ഹത്താ തമുറ ബിംറഅതൈൻ. എന്താ ബിലാലെ, പെണ്ണുങ്ങളെ കണ്ടപ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ്. അപ്പൊ കാഴ്ചപ്പാടിൽ വ്യത്യാസം പടിഞ്ഞാറിന്റെ. ഇനി ഒരു കാലഘട്ടം വരും, അവരെ പോലെ നിങ്ങളും പണത്തിന്റെ ആളുകളായി മാറും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവരെ പിൻപറ്റുന്ന കാലം വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് അവർ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും കയറും. പുണ്യനബി ഓഹോ, അതാ വിഷയം.